ദാസന്മാരുടെ നല്ല സംരംഭങ്ങളെയും സന്ദേശങ്ങളെയും പൂർവാധികം അനുഗ്രഹിച്ച് അത് ദൈവനാമോഹത്തിനാക്കി തീർക്കട്ടെ. നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. കഴിഞ്ഞ 51 വർഷക്കാലം സുവിശേഷത്തിൽ ദൈവവചനത്തിൽ വിശ്വസിച്ച് ഇടംവലം മാറാ സത്യത്തിന്റെ സാക്ഷിയെ നിൽക്കുവാൻ 1/2 നൂറ്റാണ്ടിലധികം കാലം കർത്താവിന്റെ ജീവിതത്തിനിടയാക്കി. 7 വയസ്സിൽ രക്ഷിക്കപ്പെടുകയും 12ാമത്തെ വയസ്സിൽ സുവിശേഷ പോഷണം ആരംഭിക്കുകയും ചെയ്താണ്. സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് അതിന്നും മുടങ്ങിപ്പോകാതെ കഴിവുള്ളത്തോളം ചെയ്തു വെക്കുവാൻ ദൈവം ഇതുവരെ സഹായിച്ചു. ദൈവം കടപ്രാർത്ഥനയാണ് അതിന് പിന്നിലെ കാരണമായിരിക്കുന്നത്. തുടർന്ന് നിങ്ങളുടെ പ്രാർത്ഥന അപേക്ഷിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിലത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിച്ച് വചനശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 23-ാം വാക്യം ദയവായി പരസ്യമായി ശബ്ദം ഉയർത്തി പഠിക്കുന്നത് മൈക്കിൽ കൂടെ കർത്താവിന്റെ ദാസന്മാർ വായിച്ചാൽ ഉപകാരം. 1 തെസ്സലോനി 5:23 വാക്യം. നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. അടുത്ത വാക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമാകും വണ്ണം വെളിപ്പെടുമാറാകട്ടെ. ഈ വാക്യത്തിന്റെ പിന്നിൽ പ്രധാന സബ്ജക്റ്റ് എന്ന് പറയുന്നത് യേശുവിന്റെ പ്രത്യക്ഷത. യേശുവിന്റെ പ്രത്യക്ഷതയിൽ ഭൂമിയിലുള്ള ദൈവമക്കൾ, എടുക്കപ്പെടേണ്ട ദൈവമക്കൾ, കാത്തിരിക്കുന്നവർ, ഒരുക്കപ്പെടേണ്ട വ്യവസ്ഥിതി. സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കട്ടെ എന്ന് വായിച്ചു കേൾക്കുമ്പോൾ ആഗോള വ്യാപകമായി ദൈവസഭയുടെ ശുദ്ധീകരണമാണോ അതോ ഇവിടെ കൂടിയിരിക്കുന്നവരുടെ ശുദ്ധീകരണമാണോ? കാരണം ഒരു ബഹുവചന പ്രയോഗമാണ്. നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കട്ടെ. സാക്ഷാൽ ഭൂമിയിലുള്ള ദൈവമക്കൾ എല്ലാവരും എടുക്കപ്പെടുന്നവർ ശുദ്ധീകരിക്കപ്പെട്ടവരായിരിക്കണം, അതിന് സംശയമില്ല. എന്നാൽ ഈ വാക്യത്തിൽ ഉദ്ദേശിക്കുന്ന അർത്ഥം അതല്ല. സമാധാനത്തിന് ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കപ്പെടട്ടെ. അടുത്ത വാചകം എന്തോ ഒന്ന് വായിച്ചു തന്നെ കേൾപ്പിച്ചാൽ ഉപകാരമാകും. നിങ്ങളുടെ ആത്മാവും നിങ്ങളുടെ പ്രാണനും നിങ്ങളുടെ ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ കുറ്റം കൂടാതെ തിരുമുൻപിൽ കാണപ്പെടേണ്ടതിന് ദേഹം, ദേഹി, ആത്മാവിന്റെ ശുദ്ധീകരണം എടുക്കപ്പെടുന്ന ദൈവമക്കൾക്ക് അത്യന്താപേക്ഷിതം. അപ്പോൾ ഇവിടെ സാമൂഹ്യ വിശുദ്ധീകരണത്തെ അല്ല കേന്ദ്രീകരിച്ചിരിക്കുന്നത്, വ്യക്തിപരമായ നമ്മുടെ ഓരോരുത്തരുടെയും ശുദ്ധീകരണമാണ് ഇവിടെ വ്യക്തമായി പരിശുദ്ധാത്മാവ് വാദിച്ചിരിക്കുന്ന, സ്ഥാപിച്ചിരിക്കുന്ന ഈ സബ്ജക്റ്റിൽ പ്രധാനം വ്യക്തിപരമായ ശുദ്ധീകരണമാണ്. പ്രധാനമായി ക്രിസ്തുവിന്റെ വീണ്ടും വരവാണ്. നമ്മുടെ കൺവെൻഷനുകൾ ഒരാഴ്ചയോ 5 ദിവസമോ ഒക്കെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ പിതാക്കന്മാരുടെ കാലം മുതല് ഏറെക്കുറെ സമാപനവും അല്ലെങ്കിൽ സമാപനത്തോടനുബന്ധിച്ചുമൊക്കെ കർത്താവിന്റെ മടങ്ങിവരവ് അഥവാ പ്രത്യാഗമനം എന്ന വിഷയത്തിൽ വിശ്വാസികളുടെ ശുദ്ധീകരണവും പ്രത്യാശയും ഉറപ്പിച്ച് വളരെ സന്തോഷപൂർണമായിട്ടാണ് നമ്മുടെ യോഗങ്ങൾ സമാപനം കുറിക്കുന്നത്. അങ്ങനെയായിരുന്നു കേരളക്കരയിൽ ഉണ്ടായിരുന്ന യോഗങ്ങൾ. മർത്തോമാക്കാരുടെ ആയാലും പെന്തക്കോസ്തുകാരുടെ ആയാലും ബ്രദറുകാരുടെ ആയാലും അത് ഈ സുവിശേഷ യോഗങ്ങൾ നടത്തുന്ന ഏത് ഗ്രൂപ്പായാലും ക്രിസ്തുവിന്റെ ക്രൂശും അതേ രക്ഷയും വിശുദ്ധിയും മടങ്ങി വരവും ഒക്കെ ശക്തമായി പ്രതിപാദിക്കുന്നതായിരുന്നു നമ്മുടെ സുവിശേഷ ഘോഷണം. എന്നാൽ കാലങ്ങൾ മാറിയപ്പോൾ, സ്ഥിതിഗതികൾ മാറിയപ്പോൾ അതേ ആവിധമായ വിഷയങ്ങളൊക്കെ വളരെ അപ്രസക്തമായി മാറുകയും കാലോചിതമായ പല വിഷയങ്ങൾ വന്നുകൂടി അതിൽ നിന്ന് ഒക്കെ ഒപ്പിച്ചുള്ള കാര്യങ്ങൾ നീങ്ങാൻ തുടങ്ങി. പക്ഷേ ദൈവവചനത്തിന്റെ പ്രാധാന്യം മാറിയിട്ടില്ല. കർത്താവിന്റെ മടങ്ങി വരവെന്നുള്ളത് ദൈവമക്കളിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, വിശുദ്ധിയോട് നോക്കി പാർക്കുന്നവർ, അവന്റെ വരവ് അതേ വിശ്വസിച്ച് കാത്തിരിക്കുന്ന ദൈവമക്കളാണ്. അവരുടെ ജീവിതത്തിൽ പാലിക്കേണ്ട ദൈവിക ഉപദേശ വ്യവസ്ഥിതിയാണ് പ്രധാനമായി ഞാൻ എടുത്തു പറയാൻ പോകും. സമയം അടുത്തു, കാഹളം കേൾക്കാറായി. അങ്ങോട്ടും കടന്നുകൂടണമെന്ന് വിചാരിക്കുന്നവർ വളരെ ഭയത്തോടും ഭക്തിയോടും ജീവിക്കേണ്ട കാലമാണ്. ഈ വീണ്ടും വരവ് ഒരു യാഥാർത്ഥ്യമാണോ? യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവെന്ന് പറയുന്നത് ഒരു ഐതിഹ്യമായ ചിന്താഗതിയാണോ, അല്ലെങ്കിൽ ഏതാണ്ട് പഴയ കൂട്ടുകാരെന്ന് പറയുന്ന ആൾക്കാരുടെ അത് ചിന്താഗതിയാണോ, അതോ ഇന്നത്തെ ജനങ്ങളുടെ ആവേശമാണോ? ഇത് എങ്ങനെ ഉണ്ടായി? ഈ വിഷയം എങ്ങനെയാ വെളിയിൽ വന്നത്? ഏത് കാലം മുതലാണ്
അതേ കർത്താവിന്റെ മടങ്ങിവരവന്റെ ഉപദേശം ഈ തിരുവെഴുത്തിൽ വന്നത് തെളിവിന് വേണ്ടി 3-4 കാര്യം പറഞ്ഞ് ഞാൻ ഈ വായിച്ച സബ്ജക്ട് തെളിയിക്കാനാണ് പ്രധാനമായിട്ട് ആഗ്രഹിക്കുന്നത്. വീണ്ടും വരവിന്റെ ആദ്യ പ്രചാരകനും പ്രസംഗിയാരും എന്ന് പറയുന്നത് തിരുവെഴുത്തിൽ കാണുന്നത് നമ്മുടെ ഹാനോക്കിനെയാണ്. പുള്ളി എത്ര കൊല്ലം മുമ്പേ ജീവിച്ചിരുന്ന ആളാ? 5000 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന ആളാ. തലമുറ എണ്ണി പഠിച്ചാൽ ആദാം മുതൽ 7ാമനായ ഹാനോക്ക് എന്ന് വേദോസ്തവം പറയുന്ന വ്യക്തി അതേ ബൈബിൾ സ്കൂളുകളില്ലായിരുന്നു, ഒരു ലഘുലേഖ ഇല്ലായിരുന്നു, ആരുടെയും എഴുത്തുകളില്ലായിരുന്നു, ഒരു സുവിശേഷവും ഇല്ലായിരുന്നു. ആ കാലത്ത് ജീവിച്ചതായ ഈ ദൈവത്തിന്റെ ഭക്തൻ കർത്താവിന്റെ മടങ്ങിവരവ് പ്രസംഗിക്കാൻ പ്രാപ്തനായത് എങ്ങനെ, എവിടെ പഠിച്ചാണ്? പാഠശാല പറയാൻ അറിവിൽ ലോകത്തിൽ ഒരു പാഠശാലയും അന്നുണ്ടായിട്ടില്ല, കാണുന്നില്ല. പിന്നെ എങ്ങനെയായി പ്രസംഗം താൻ പഠിച്ചത്? പഠിക്കാതെ പറയാനൊക്കുമോ? നാട്ടിൽ കേട്ട കാര്യം പകർത്തി പറഞ്ഞതല്ല. അന്ന് നാട്ടുകാർക്ക് ആർക്കും അങ്ങനെ അറിവില്ല. അന്നൊരു മതപാഠശാല ഇല്ല. എങ്കിൽ ഒരു മതമോ കാര്യമോ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു അറിവില്ല. എന്നാൽ തിരുവെഴുത്ത് പറയുന്ന ഒരു വാക്ക് അധികമായി ശ്രദ്ധിക്കേണ്ടതാണ്. കർത്താവിന്റെ മടങ്ങിവരവ് പ്രസംഗിച്ചതായ ഈ ഹാനോക്ക് ദൈവത്തോടുകൂടെ 300 സംവത്സരക്കാലം നടന്നു. അവൻ കുടുംബസ്ഥനും മക്കളും കൊച്ചുമക്കളും ഉള്ളവനായിരുന്നു. അവനെ കുറിച്ച് പറയുന്നത് അതേ 300 കൊല്ലം ദൈവത്തോടുകൂടെ നടന്നു. ശിഷ്യന്മാർ 3.5 കൊല്ലമേ നടന്നുള്ളൂ. എന്നാൽ 300 കൊല്ലം കൂടെ നടന്ന ആലോചന പ്രാപിപ്പാൻ ഭാഗ്യം ലഭിച്ച ഹാനോക്ക് പ്രാപിച്ച ദൂതിൽ ഏറ്റവും വലിയ ദൂത് ഇതാ ഞാൻ വേഗം വരുന്നു. അന്ന് അപ്പോൾ ഈ പുത്തൻകുറ്റിക്കാരുടെ പ്രത്യാശയല്ലല്ലോ. 5000 കൊല്ലം മുമ്പ് ദൈവിക സംസർഗവും വിശുദ്ധിയും പാലിച്ച് ജീവിച്ച മഹാഭക്തന് ലോകത്തോട് പറയാനുണ്ടായിരുന്ന വാക്ക് യൂദായുടെ പുസ്തകം 14-15 വാക്യങ്ങളില് അത് എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതാ കർത്താവ് വരുന്നു, 1000 വിശുദ്ധന്മാരോട് കൂടെ അവൻ ഇതാ വരുന്നു. അതേ ഭക്തികെട്ട ഭാവികൾ ചെയ്ത പാപങ്ങൾ നിമിത്തവും പറഞ്ഞ വാക്കുകൾ നിമിത്തവും ഭക്തികെട്ട ഭാവികളെയൊക്കെയും ന്യായം വിധിപ്പാൻ നമ്മുടെ കർത്താവ് 1000 അതെന്റെ പരിവാരങ്ങളുമായി ഇതാ വരുന്ന ഈ ഭൂമിയിലേക്ക്. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് അറിയാമോ? 25-ാം വാക്യം തുടങ്ങി, എന്റെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു. മക്കള് മരിച്ചുപോയി, മുൻഗാമികളും മരിച്ചുപോയി, പക്ഷെ വീണ്ടെടുപ്പുകാരൻ മരിച്ചില്ല, അവൻ ജീവിച്ചിരിക്കുന്നു. ദൈവത്തിനുള്ള പ്രത്യാശ. അടുത്ത വാക്ക് പറഞ്ഞത്, ഞാൻ ഒടുവിൽ അവനെ പൊടിമേൽ അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ ഞാൻ അവനെ കാണും. പണിയ തർജ്ജിമയിൽ ഭൂമിമേൽ നമ്മുടെ കർത്താവ് പ്രത്യക്ഷപ്പെടുമെന്നാണ്. അവിടെ കൊണ്ട് തീർന്നില്ല. മധ്യാകാശ വരവാണ് യോബ് പറയുന്നത്. അടുത്ത വാക്ക് യോബ് ഉപയോഗിച്ചത്, പൊടിമേൽ ഭൂമിമേൽ വരുന്ന എന്റെ കർത്താവിനെ ഞാൻ ദേഹസഹിതനായി കാണും. പുഴിവലിച്ചൊരു കുഷ്ഠരോഗിയെ പോലെ ഈ ദേഹം ദ്രവിച്ചു മാറിയാൽ, ഇങ്ങനെ കാര്യവും കഥയും അവസാനിച്ചാൽ, അതെ ഞാൻ ദേഹസഹിതനായി ഭൂമിമേൽ മധ്യാകാശത്ത് വരുന്ന എന്റെ കർത്താവിനെ കാണും. എന്താ വിളിച്ചു പറഞ്ഞത്? കർത്താവിനെ കാണും, ഭൂമി മധ്യാകാശത്ത് വെച്ച് കാണും. അടുത്ത വാക്ക് എന്താ പറഞ്ഞെന്ന് അറിയാമോ? ഞാൻ തന്നെ കാണും. അടുത്ത വാക്ക് എന്താന്ന് പറഞ്ഞമോ? അന്യന്റെ കണ്ണല്ല, എന്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ എന്റെ ദൈവത്തെ കാണും. എത്ര വട്ടം ആവർത്തിച്ച് പറഞ്ഞു, ഞാൻ അവനെ കാണും, ഞാൻ ദേഹസഹിതനായി കാണും, എന്റെ കണ്ണുകൊണ്ട് കാണും. അന്യന്റെ കണ്ണല്ല, ഞാൻ തന്നെ അവനെ കാണും, എന്റെ ദൈവത്തെ കാണും. ഇതിക്കുള്ള എന്നാ വേണം? ഒരു ഭക്തൻ ജീവിച്ചിരുന്ന ഒരു ദൈവഭക്തന്റെ ആകെക്കൂടെയുള്ള പ്രത്യാശ മുഴുവൻ നഷ്ടപ്പെട്ടപ്പോഴും പോകാത്തത് കർത്താവിന്റെ മടങ്ങി വരവാ എന്ന പ്രത്യാശയാണ്. നീ പന്തലിൽ എത്ര പേർക്ക് ആ വീണ്ടും വരുന്ന കർത്താവിൽ പ്രത്യാശ വിശ്വാസമുണ്ട്? ആ കരമുളിയത്തിന് സ്തോത്രം പറയുമോ? നമ്മുടെ ഉള്ളങ്ങളൊന്ന് സന്തോഷിച്ച് സ്തോത്രം പറയുമോ? അതേ നമ്മുടെ കർത്താവിന്റെ വരവാണ് നമ്മുടെ പ്രത്യാശ. അപ്പോൾ യോബ് ഒരു ചരിത്രപുരുഷനാണ്. അദ്ദേഹം അതിനുവേണ്ടി കാത്തിരുന്നയാളാണ്. അടുത്തത് 3500 കൊല്ലത്തിന് മുമ്പ് ഭൂമധ്യയിൽ ജീവിച്ചിരുന്ന ഒരു ഭൂതലത്തിലെ ഒരു മികച്ച ചരിത്ര പുരുഷനാണ്. ഒരു ജാതിയുടെ സാർവത്രിക നേതാവായി നിന്നവനാണ്. ഒരു കാലയളവിൽ 30 ലക്ഷം ജനതയുടെ അനിഷേധ്യനായ ആത്മീയ നേതാവായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു വിദ്യാസമ്പന്നൻ, മിസ്രൈമിലുള്ളതെല്ലാം പഠിച്ച ഒരു മനുഷ്യനാണ്. മോശ എന്ന അദ്ദേഹത്തിന്റെ പേര്. 90 സങ്കീർത്തനം താൻ എഴുതി വെച്ചപ്പോൾ ഒരു പ്രത്യേക സാഹചര്യം, ഒരു ജ്യേഷ്ഠ സഹോദരന്റെ അത് നിര്യാണത്തോട് ബന്ധപ്പെട്ട് പ്രാർത്ഥിച്ച പ്രത്യാശയുടെ അത് വിശ്വാസ സ്ഥിരീകരണത്തിന്റെ ഒരു പ്രാർത്ഥനയാണ്. ആദ്യമേ തുടങ്ങി വെച്ചത്, ദൈവമേ തലമുറയായി നീ ഞങ്ങളുടെ സങ്കേതം,
തലമുറകൾ മാറിപ്പോകുന്നു. നീ മാറ്റമില്ലാത്ത സങ്കേതമാണ്. അടുത്ത വാക്ക്, പർവ്വതങ്ങൾ ഉണ്ടായതിന് ഭൂമിയെ പൂർണ്ണ നിർമ്മിച്ച മുമ്പേ അജാതിയായി ശാശ്വതമായ നിത്യനായ ദൈവമാണ്. നീ മർത്യനെ എന്താക്കുന്നു? പൊടിയിലേക്ക് മടക്കി ചേരുമാറാക്കുന്നു. ആ വാക്യം അവിടെ കൊണ്ട് അവസാനിച്ചിരുന്നെങ്കിൽ എനിക്കും വളരെ നിരാശയുണ്ട്. അരവാക്യമേ ഉള്ളത്, മർത്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കും. അടുത്ത വാക്ക് എന്താണെന്നറിയാമോ? മനുഷ്യപുത്രന്മാരെ തിരിച്ചു വിളിക്കും. വിളിക്കണമെന്നല്ല, നീ മനുഷ്യപുത്രന്മാരെ തിരിച്ചു വിളിക്കുന്നു. ആ മനോഹര സുദിനം എപ്പോൾ ഉണ്ടാകും? കർത്താവേ മടങ്ങി വരണമേ, താമസിക്കരുത്. എന്തിന്? മനുഷ്യപുത്രന്മാരെ തിരിച്ചു വിളിക്കണമെങ്കിൽ നിന്റെ മടങ്ങി വരവ് അത്യന്താപേക്ഷിതമാണ്. മടങ്ങി വരവ് മനുഷ്യപുത്രന്മാരെ തിരിച്ചു വിളിക്കവരാണ്. അത് മണ്ണിൽ ഉറങ്ങുന്നവർ വിണ്ണിൽ അത് ജീവിക്കേണ്ട, അതിനുവേണ്ടി അവര് തിരിച്ചു വിളിക്കാൻ വരികയും ദേഹം തേകി ആത്മാവോടുകൂടി അങ്ങ് ചെല്ലണമല്ലോ. ആ തിരിച്ചുവിളിയുടെ കാര്യമാണ് അവിടെ പറയുന്നത്. അപ്പോൾ മോശയുടെ ആവലും ആവേശവും പ്രാർത്ഥനയും, കർത്താവേ മടങ്ങി വരണമേ, താമസിക്കരുതേ. പാളയത്തിൽ വെള്ളമില്ലാഞ്ഞിട്ടല്ല, ഭക്ഷണമില്ലാഞ്ഞിട്ടല്ല, അവിടെ വെളിച്ചമില്ലാഞ്ഞിട്ടല്ല, ഒന്നിനും കുറവുണ്ടായിട്ടല്ല. എന്തെല്ലാം ഭൂമിയിൽ ഉണ്ടെങ്കിലും ആരെല്ലാം വന്നാലും ദൈവവൈദ്യരെ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ വരാതെ നമ്മുടെ പ്രശ്നം പരിഹരിക്കപ്പെടുകയില്ല. വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. നമ്മുടെ പ്രത്യാശയ്ക്ക് അടിസ്ഥാനം വേണം. വീണ്ടും വരവിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഉപദേശ നിശ്ചയം നമുക്കുണ്ടായിരിക്കണം. അതിന്റെ ചരിത്ര തെളിവുകളാണ് ഞാൻ എടുത്ത് ചിലതങ്ങോട്ട് വയ്ക്കുന്നത്. അടുത്തത് 3000 കൊല്ലത്തിന് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ചരിത്ര പുരുഷൻ ആസാഫ്. ഒരു നല്ല ഗായകനാണ്. ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ഗാനങ്ങൾ രചിച്ച അതിന്റെ ഒരു നേതാവാണ്. അദ്ദേഹം എഴുതിയത് 50-ാം സങ്കീർത്തന. അത് പ്രത്യേകം അത് ശ്രദ്ധിക്കേണ്ട ഒരു സങ്കീർത്തനമാണ്. ഇതുപോലെ ഉപദേശ സംഹിതകളുടെ അടുക്ക് നിറഞ്ഞ രണ്ടാമതൊരു സങ്കീർത്തനമില്ല. തുടങ്ങുന്നതും അതേ കാര്യങ്ങൾ ഇങ്ങോട്ട് നീങ്ങുന്നു. ആ വിഷയം ഒന്ന് മനസ്സിലാക്കണം. പഴയ നിയമകാലത്ത് ജീവിച്ച ഭക്തന്മാർക്ക് വീണ്ടും വരലുണ്ട പ്രത്യാശ പുതിയ നിയമ എഴുത്തുകളെക്കാൾ ശക്തമാണെന്ന് വ്യക്തമാകുന്ന ഉപദേശങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. 3-ാം വാക്യം, നമ്മുടെ ദൈവം വരുന്നു. അത് ഞാൻ തെളിയിക്കേണ്ട കാര്യം, വരുവാനുള്ളവര് നമ്മൾ കർത്താവ് വരും. കർത്താവും പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതാ ഞാൻ വേഗം വരുന്നു. അതുകൊണ്ട് ആ വരവിന്റെ വിഷയം ശരിക്ക് പഠിപ്പിച്ച കർത്താവാണ്. ഞാൻ പോയി സ്ഥലമൊരുക്കി പിന്നെയും നിങ്ങളെ എന്റെ അടുക്കൽ ചേർക്കാം. അങ്ങനെ അതേ ലോകത്തിൽ ഇപ്പോൾ ഘട്ടങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ട്. സാരമില്ല, ഇതൊക്കെ മാറി അല്ലലും അലച്ചിലും ദുഃഖവും വേദനയും വിശപ്പും ഇല്ലാത്ത ഒരു നാട്ടിൽ ഞാൻ നിങ്ങളെ ആക്കും. നിങ്ങളെ സ്വയം കലങ്ങിപ്പോകരുത്. ഞാൻ പോയിട്ട് മടങ്ങി വന്ന് നിങ്ങളെ അങ്ങോട്ടങ്ങ് കൊണ്ടുപോകും. ഇന്നത്തെ ഘട്ടങ്ങൾ സാരമില്ല, വേദനകൾ സാരമില്ല. അപ്പോൾ അദ്ദേഹം അടുത്ത് പറഞ്ഞ വാക്ക് കേൾക്കണോ? 3-ാം വാക്യത്തിൽ നമ്മുടെ ദൈവം വരും, മൗനമായിട്ടല്ല. ഈ കർത്താവിന്റെ വീണ്ടും വരവ് രണ്ടാമുഖമാണ്. 14-16-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും മൗനമാണോ? പ്രധാന ശബ്ദത്തോടും മൗനമാണോ? ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ മൗനമാണോ? ഇതാണ് മൗനമായിട്ടല്ല എന്ന വാക്ക് അവിടെ വരുവാൻ കാരണം. അപ്പോൾ നമ്മുടെ കർത്താവിന്റെ രഹസ്യപ്രത്യക്ഷ എന്ന് വന്നാലും തനിക്കുള്ളതിനെ കൂട്ടിച്ചേർത്തുകൊണ്ട് പോകുവാൻ അവൻ മടങ്ങി വന്നേ മതിയാകത്തുള്ളൂ. നമ്മുടെ കർത്താവ് വാനമേഘങ്ങൾ ഇറങ്ങി വരും. ഈ പറയപ്പെടുന്ന ശബ്ദധ്വനികളോടുകൂടെ തന്നെ വരും. അവൾ ആ വരവിന്റെ വിധത്തെ കുറിച്ചാണ് പൗലോസ്ലീഹ അവിടെ സമർത്ഥിച്ചിരിക്കുന്ന വേദഭാഗം. അടുത്ത വാക്ക്, എന്തിനാ വരുന്നത്? വരുന്നെന്നുള്ള കാര്യം ഇവിടെ ക്ലിയറായി. എങ്ങനെയാ വരുന്നത് അതും ക്ലിയറായി. പിന്നെ എന്തിനാ വരുന്നത്? 5-ാം വാക്യം, വരവിന് ലക്ഷ്യമുണ്ട്. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുകയിലെന്ന് സ്വർഗസിംഹാസനത്തിൽ നിന്ന് ഇന്ന് രാത്രി കൽപ്പന പുറപ്പെട്ടാൽ ഇവിടെ ഇരിക്കുന്ന വിശുദ്ധന്മാർ ഒരുക്കപ്പെട്ടവർ ഇയലുകളെ പോലെ പറന്ന് പ്രാക്കളെ പോലെ ഉയർന്ന് സ്വർഗസ്ഥലങ്ങളിൽ വീട്ടിലെത്തോ. അവൻ മടങ്ങി വന്നാൽ യാഗം കഴിച്ച് നിയമം ചെയ്തവർ എടുക്കപ്പെടും. ഇവിടെ പെന്തക്കോസുകാരുടെ ഒരു നമ്പരുമില്ല, മതത്തിന്റെ ഒരു ഗണ്യതയുമില്ല. ഒരുക്കപ്പെട്ട വിശുദ്ധന്മാർ എടുക്കപ്പെടുന്ന കന്യകയാണ്. അത് അത്രയും കൊണ്ട് അതിന്റെ വിധമൊന്ന് മനസ്സിലാക്കി നിർത്തേക്ക്. അപ്പോൾ യാഗം കഴിച്ച് ക്രിസ്തുവിന്റെ കാൽവരിക്കുരിശിലെ യാഗം മുഖാന്തരം പ്രിയ സഹോദരി സഹോദര ആ കർമ്മയാഗത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് നീ ഇന്ന് രാത്രി ഒരു ദൈവത്തിനായി തീരുമെങ്കിൽ വീണ്ടും വരവ് നിനക്ക് വേണ്ടി കൂടെയാണ്. അത് താമസിക്കുന്നതിന്റെ കാര്യം ഒരാത്മാവിൽ രക്ഷയുടെ അവൻ കാത്തിരിക്കുന്നു. അതിന്റെ സംഖ്യ ഇന്ന് പൂർത്തീകരിച്ചാൽ വീണ്ടും വരവ് കൃത്യവും സൂക്ഷ്മവുമാണ്. ചിലർ കൂടെ രക്ഷിക്കണമെന്ന് വിചാരിച്ച്
അവൻ ദീർഘക്ഷമ കാണിച്ചെന്ന വേദോസ്തവം പറയുന്നതുകൊണ്ട് ഈ രാത്രി രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? വരവടുത്തിരിക്കാൻ നീ രക്ഷിക്കപ്പെട്ട് അതേ നിന്റെ കർത്തവ്യത്തിൽ നീ ഏറ്റെടുക്കണമെന്ന് ഒരു ദൂത് അവിടെയുണ്ട്. ഇനി പിന്നെ വന്നിട്ട് അടുത്ത അനന്തര സംഭവം എന്തുവാ? രണ്ട് കാര്യം കൂടി അതിനെക്കുറിച്ച് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എവിടേക്കാ എടുത്തോണ്ട് പോകുന്നത്? 6-ാം വാക്യം, ദൈവം തന്നെ ന്യായാധിപതിയായിരിക്കുന്ന കോടതിയിൽ, ആകാശം ദൈവത്തിനെതിരെ വിളിച്ചു പറയുന്ന കോടതിയിൽ എല്ലാവരും അന്നയാണ് ശിക്ഷാവിധിക്കല്ല പ്രതിഫലം അവനവന്റെ പ്രവൃത്തിയും പ്രയത്നവും കൂടെ എല്ലാം ഒന്ന് കാര്യപരിപാടി ഒന്ന് ഹിതപരിശോധന ചെയ്ത് പ്രതിഫലം തരുവാൻ കർത്താവ് വരുന്നു. 4-ാം വാക്യം, അവന്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേൽ ആകാശഭൂമികളെ സാക്ഷി വിളിക്കുന്നു. ശിക്ഷാവിധിക്കല്ല, കാര്യവിചാരണ എന്ന് പറയുന്നത് പ്രതിഫലം തരുവാൻ വേണ്ടിയാണ്. അവിടെ ചെല്ലുന്ന ആരും ശിക്ഷിക്കപ്പെടുകയില്ല, പ്രതിഫലം വാങ്ങിക്കൊണ്ട് കർത്താവിന്റെ കൂടെ. വീണ്ടും വരവുണ്ടോ? വീണ്ടും വരവിന്റെ അനന്തര നടപടിക്രമം ഉണ്ടോ? പുതിയ നിയമോപദേശങ്ങളുമായി എന്തുമാത്രം ശക്തമായി തെളിയിക്കുവാൻ പര്യാപ്തമായ വിഷയമാണ്. വേദപുസ്തകത്തിൽ 668 ആവർത്തന വാക്യങ്ങൾ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ കുറിച്ചുള്ളതാണ്. 1-ാം വരവിന്റെ 8 മടങ്ങ് തെളിവ് 2-ാം വരവിനുണ്ട്. വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. ഞാന് വീണ്ടും വരവ് എവർക്ക് പറയാം, എങ്കിലും അടിസ്ഥാനപരമായ ഒരു സബ്ജക്റ്റ് അത് തെളിയിക്കപ്പെടാവുന്നതാണ് ഉപദേശത്തിൽ എന്ന് ബോധ്യപ്പെടുത്തിയിട്ട് വേണം ആ സബ്ജക്റ്റിനെ വിശകലനം ചെയ്യുവാൻ ഏതെങ്കിലും ഒരു ഭാഗം. വീണ്ടും വരവ് യാഥാർത്ഥ്യം എന്ന് മാത്രം ഇപ്പോൾ പറഞ്ഞുകൊണ്ട് അടുത്ത ഭാഗത്ത് ഇതിൽ വീണ്ടും വരവ് യാഥാർത്ഥ്യമാണ്. അത് ഇന്നോ എപ്പോഴും ഞാൻ അറിയുന്നില്ല, നമ്മൾ അറിയുന്നില്ല. എപ്പോഴായാലും ഒരുങ്ങിയിരിക്കണം. നാം എന്താ ഒരുങ്ങിയിരിക്കേണ്ടത്? ആവശ്യമുണ്ട് എന്നത് അതിനൊക്കെ ആൾക്കാർ വരുമ്പോൾ അതിന്റെ ഒരുക്കവും നടന്നിരിക്കണം. എയർപോർട്ടിൽ ആരെല്ലാം വരും? ചന്തയിൽ ആള് വരുന്ന പോലെ എയർപോർട്ടിൽ വരുന്നവർ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും അത് കൂട്ടിച്ചേർക്കാൻ ആളില്ലാതെ ഒറ്റയ്ക്ക് ഒക്കെ അങ്ങനെ ഇങ്ങനെ പോകും. പക്ഷേ ഒരു പ്രധാന വ്യക്തി വരുമ്പോൾ അതിന് സ്വീകരണ പരിപാടിയുണ്ട്, ക്രമീകരണ പരിപാടിയുണ്ട്. സ്വീകരിക്കുന്നവർക്കുമുണ്ട് ക്രമീകരണം. അത് വരുന്ന ആളിനെ സ്വീകരിപ്പാൻ അതിനൊക്കെ യോഗ്യതയും ക്രമീകരണവും വേണം. ആരാ ഇവിടെ വരുന്നത്? കുഞ്ഞാടിന്റെ കാന്തിയായ മണവാട്ടിയെ, നിന്റെ മണവാളൻ സ്വർലോകങ്ങളിൽ നിന്ന് തന്റെ കാന്തിയെ ചേർക്കുവാൻ മടങ്ങി വരുമ്പോൾ സ്വർഗീയ രാജാവ്, അതേ സാർവത്രിക രാജാവായ ക്രിസ്തുവിനെ മണവാളിൽ നിന്ന് ലഘൂകരിപ്പാൻ നിർമ്മല മണവാട്ടി പവിത്ര ജീവിതത്തിന്റെ ഉടമകളാണ്. അവരെ സ്വീകരിപ്പാൻ കന്യകമാരെന്ന പോലെ ഒരുക്കപ്പെടേണ്ടത് ഒരുങ്ങിയിരിക്കുന്നവരാണ് സ്വീകരിക്കേണ്ടത്. അപ്പൊ ക്രിസ്തു വരുമ്പോൾ എടുക്കപ്പെടുന്ന വിശ്വാസികളുടെ യോഗ്യത, ക്രിസ്തുവിനെ സ്വീകരിക്കേണ്ട, മടങ്ങി വരവ് കർത്താവിനെ എതിരേൽക്കേണ്ട, വരവേൽക്കേണ്ട വ്യക്തികളുടെ യോഗ്യതകൾ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. കൺവെൻഷൻ വന്ന് നമ്മളെല്ലാവരും കൂടി ഇന്ത്യൻ പ്രസിഡന്റിനെ സ്വീകരിച്ചോളാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഓടിക്ക് കൈയും കണക്കും കാണുകയില്ല. നമ്മൾ ആരും ഒടുങ്ങും ചെന്നാൽ അടുക്കാൻ ഒക്കുകയില്ല. അതിനൊക്കെ പുള്ളികൾ സ്വീകരിച്ചോളും. അവർക്ക് ഉണ്ട് യോഗ്യത. അവരതിന് വിഐപികളെയും കാര്യങ്ങളെയും സംസ്ഥാന അധിപന്മാരെയും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. എന്നാൽ ഈ ലോകത്തിലെ ആൾക്കാരെ സ്വീകരിപ്പാൻ അതിന്റെ ആൾക്കാർ തലവന്മാരുണ്ടെങ്കിൽ സ്വർഗീയ മണവാളനെ സ്വീകരിപ്പാൻ തലവന്മാരെയല്ല നോക്കുന്നത്, വിശുദ്ധന്മാരെയാണ് നോക്കുന്നത്. നമ്മുടെ ദേഹവും നമ്മുടെ ദേഹിയും നമ്മുടെ ആത്മാവും തിരുമുമ്പിൽ കുറ്റം കൂടാതെ വെളിപ്പെടണം, കാണപ്പെടണം. അതിനെല്ലാം ചെയ്യണം. ഈ ദേഹം, ദേഹി, ആത്മാവെന്ന 3 ഘടനകൾ ഉണ്ടോ ഒരു വ്യക്തിയില്? നമ്മളെല്ലാരും ഓരോ ആൾക്കാരായിട്ട് ഇവിടെ ഇരിക്കുകയും നിൽക്കുകയൊക്കെ ചെയ്യുന്നു. ഇവിടെ പറയുന്ന ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട്. അത് വേദശാസ്ത്രപരമായി തെളിയിക്കാൻ കഴിയുന്ന കാര്യമാണോ? ഉപദേശം കൊണ്ട് തെളിയിക്കപ്പെടുവാൻ കഴിയാത്ത യാതൊരു കാര്യവും പ്രസ്താവിക്കപ്പെടുവാനും പാടില്ല. ഇല്ലെങ്കിലും വ്യക്തമായി പറയുന്നു, ഇവിടെ വന്നിരിക്കുന്ന സകല ദൈവമക്കളോട് പറയുന്നു, ദേഹവും ദേഹിയും ആത്മാവും ഇങ്ങനെ 3 ഘടകങ്ങൾ ഓരോരുത്തരിലുമുണ്ട്, നമ്മിലുണ്ട്. അതെങ്ങനെ അറിയാം? 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം നാം വായിക്കുമ്പോൾ ഇങ്ങനെ അത് നിങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ ക്ഷയിക്കുന്നെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ ശക്തിപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഇന്നർ മേൻ ആൻഡ് ഔട്ടർ മേൻ. അതേ കർത്താവിനെ കാത്തിരിക്കുന്ന ദൈവവൈദ്യരെ വിശ്വാസിയെ, നിനക്ക് അകത്തെ ഒരു മനുഷ്യനുണ്ട്, പുറത്തെ ഒരു മനുഷ്യനുണ്ട്. എന്നാൽ പുറമേയുള്ള മനുഷ്യൻ ഈ ലോകത്തിന്റെ പോഷണ മൂല്യങ്ങൾ ആഹരിക്കുന്നവരാണ്. അതിനാൽ അത് വളരുന്നതാണ്, കോമളരൂപികളാകുന്നതാണ്. പക്ഷേ അതെന്നും നിൽക്കത്തില്ല. അതിനൊരു അറുതിയുണ്ട്. അതിൽ പറയുന്ന വാക്കാണ് പുറമേയുള്ള മനുഷ്യൻ നാൾക്കുനാൾ ക്ഷയിക്കുന്നതാണ്.
കഴിക്കാൻ വകയില്ലാഞ്ഞിട്ടാണോ വാർദ്ധക്യ സഹജമായ വിലകിന വരുമ്പോൾ വശസ്സും ദേശസ്സും ഒക്കെ മുറ്റി നിന്ന വ്യക്തികൾ അത് തൊലി കുലുങ്ങിയും അത് ക്ഷീണിച്ചും ഒക്കെ വരുന്നതിന്റെ കാര്യം എന്താ? എത്ര മുട്ടയും പാലും പോഷണമൂല്യവും കഴിച്ചാലും പുറമേ ഉള്ളവൻ നാൾക്ക് നാൾ ഇങ്ങനെ 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 വന്നിരിക്കും. ശരിയാണോ? എന്നാൽ അകമയുള്ളവൻ ക്ഷീണിക്കരുത്. അകമയുള്ളവന്റെ പോഷണമൂല്യം ഈ ലോകത്തിൽ നല്ല, അകമയുള്ളവന്റെ പോഷണമൂല്യം സ്വർഗീയമാണ്. അങ്ങനെ അകമയുള്ള മനുഷ്യൻ ക്ഷീണിക്കുന്നില്ല, നാൾക്കുനാൾ ശക്തിപ്പെടുന്നു. ഇങ്ങനെ അനുഭവമുള്ള ദൈവമക്കൾ ഇതിനകത്തിരിപ്പുണ്ടോ? കുഞ്ഞേ, സഹോദര, വാദം വന്ന കട്ടിലെ നീ തളർന്നു കിടന്നാലും അത് ചിറകടിക്കുന്ന പ്രത്യാശ വിശ്വാസിക്കുണ്ട്. പുറമെയുള്ള മനുഷ്യന് ക്ഷതമോ ക്ഷീണമോ സംഭവിക്കാം, പക്ഷേ നിരാശപ്പെടരുത്. ചിറകടിക്കുന്ന പ്രത്യാശ യുദ്ധത്തിൽ ഒരുക്കി നിർത്തിയിരിക്കുന്ന കുതിരയ്ക്ക് വിസില് കേട്ടാൽ അത് ചലിക്കുന്നത് പോലെ ദൈവമക്കൾക്ക് കർത്താവിന്റെ വരവിൽ പ്രത്യാശയുണ്ട്, ചൈതന്യമുണ്ട്. ഞാൻ നിങ്ങളോടൊരു പ്രബോധനം പറയുന്നത്, ഗുണദോഷം പറയുന്നത്, പുറമെയുള്ള മനുഷ്യൻ ക്ഷീണിച്ചോട്ടെ, ക്ഷയിച്ചോട്ടെ, വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചു കൊള്ളണോ. എങ്ങനെ? ആ വാക്കിന്റെ അർത്ഥം പടി കിട്ടിയോ? ജഡത്തിലും ആത്മാവിലും സകല കന്മഷവും മാറ്റി അത് നമ്മെ തന്നെ വെടിപ്പാക്കി. മറിയാമ്മ, ശോശാമ്മയും തോമാച്ചൻ കറിയാച്ചനെയും വെടിപ്പാക്കുന്ന പണിയല്ല ഇവിടെ പറയുന്നത്. അവനവനെ തന്നെ വെടിപ്പാക്കണം. കുഞ്ഞാടിന്റെ കാന്തിയായ മണവാട്ടി, അവൾ തന്നെത്താൻ ഒരുക്കപ്പെട്ട മണവാട്ടി. അതുകൊണ്ട് വചനത്തിന്റെ ശക്തിയിൽ ഞാൻ വിടേണ്ടത്, അത് ഉപേക്ഷിക്കേണ്ടത് ഞാൻ ഉപേക്ഷിച്ചിരിക്കണം, ഏറ്റെടുക്കേണ്ടത് ഞാൻ ഏറ്റെടുക്കിരിക്കണം. എന്റെ വാത്സല്യ സഹോദരങ്ങള്, ആരെയും നോക്കി പഴിയാരരുത്. നമ്മുടെ ജീവിതത്തിൽ പാപമായത്, അശുദ്ധമായത് നമ്മെ കടന്നു പിടിച്ചാൽ ആ കാര്യങ്ങൾ ക്ലിയറാകുവാൻ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് മടങ്ങി വരുമ്പോ നീ പ്രത്യാശിക്കുന്നെങ്കിൽ ശുദ്ധീകരണം ഏറ്റെടുക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. പെന്തക്കോസ്ത് സഭയ്ക്ക് നവീകരണം ഒന്നും വേണ്ട, നമുക്ക് ശുദ്ധീകരണമാണ് ആവശ്യം. പ്രൈസലോ. ആകയാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കും അത് തന്നെയാണ്. അതുകൊണ്ട് ഉപയോഗിച്ച വാക്ക് മനസ്സിലായോ? അത് ദേഹവും ദേഹിയും ആത്മാവും അശേഷം തിരുമുൻപിൽ കുറ്റം കൂടാതെ വെളിപ്പെടുവാൻ സമാധാനത്തിൽ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കണം. ശുദ്ധീകരണമാണ് ഇവിടെ ഏറ്റവും അനിവാര്യമായി തന്നിരിക്കുന്ന ദൈവവചനത്തിന്റെ ചിന്താഗതി, ആവശ്യവും അത് തന്നെയാണ്. ഇനിയും എടുക്കപ്പെടുവാൻ കാത്തിരിക്കുന്ന വിശ്വാസികളായ നമുക്ക് ഒരു കാര്യം ഇപ്പോൾ തിരുവെടുത്ത് വ്യക്തമാക്കുന്നു. ദേഹം ദേഹി ആത്മാവിന്റെ ശുദ്ധീകരണം ആവശ്യമെങ്കിൽ എടുക്കപ്പെടുവാൻ കർത്താവിൽ ഒരു കാത്തിരിക്കുന്ന വിശ്വാസിക്ക് ദേഹവിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്, ദേഹിവിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്, ആത്മവിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവകളെ തരംതിരിച്ച് വ്യക്തമായി പഠിപ്പിക്കത്തക്ക ഉപദേശം നമുക്കുണ്ട്. കൂട്ടത്തിലെ പാട്ടും വെള്ളത്തിലെ പൂട്ടും കൊണ്ട് കാര്യം നടക്കത്തില്ല. അവനവൻ ചെയ്തു തീർക്കേണ്ട ഡ്യൂട്ടി അവനവൻ ചെയ്തു തീർത്തെങ്കിൽ മാത്രമേ അത് ദൈവമക്കൾക്ക് ആ പ്രത്യാശയുടെ പൂർത്തീകരണമായി കഴിയുകയുള്ളൂ എന്ന് കർത്താവിന്റെ വചനത്തെ സാക്ഷ്യപ്പെടുത്തി ഞാൻ വ്യക്തമായി പറയുന്നു. അത് എന്നൊക്കെയാ ചെയ്യേണ്ടത്? ഏത് വശത്തോടാണ് തുടങ്ങേണ്ടത്? 1 കൊരിന്ത്യർ 15 പൗലോസ്ലീഹ ഒരു വാക്ക് പറയുന്നു, ആത്മീയമല്ല പ്രാകൃതമത്രേ ഒന്നാമത്തേത് എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് തുടങ്ങണം? ശരീരമില്ലെങ്കിൽ ആത്മാവ് അധിവസിക്കുന്നില്ല. അപ്പോൾ അരൂപിയായ ആത്മാവ് അതെ നമ്മുടെ ശരീരത്തിൽ അധിവസിക്കണമെങ്കിൽ ശരീരം വേണമല്ലോ. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത് ആദ്യം ഏതാണ്? അതേ ശാരീരിക വ്യവസ്ഥയാണ്, പിന്നീടാണ് ആത്മാവ്. എങ്കിൽ വിശ്വാസി കർത്താവിന്റെ വരവ് കാത്തിരിക്കുന്ന ദൈവവൈതലെ ഒരുക്കങ്ങളുടെ ക്രമീകരണത്തിൽ വരവ് പ്രതീക്ഷിക്കുന്ന നമുക്ക് ദേഹശുദ്ധി വേണം, ദേഹിശുദ്ധി വേണം, ആത്മശുദ്ധി വേണം. അതാണ് ക്രമത്തിൽ മനസ്സിലാക്കണം. ശുദ്ധി വേണോ? ഞാൻ നിങ്ങളോട് ചോദ്യം, പെന്തക്കോസ്തുകാരുടെ ദൈവമക്കളെ, മറ്റു ഏത് ഭാഗത്തിൽപ്പെട്ട ദൈവമക്കളെ എല്ലാം ഒരേ കാറ്റഗറി കണ്ടുകൊണ്ട് ഞാൻ സംസാരിക്കുകയാണ്. ഈ ശബരിമല പോകുന്നവർക്ക് ഒരു വ്രതമുണ്ട്, മഞ്ഞിനിക്കല് പോകുന്നവർക്ക് വ്രതമുണ്ട്, മലയാറ്റൂർ പോകുന്നവന് വ്രതമുണ്ട്, പരുവല പോകുന്നവർക്ക് വ്രതമുണ്ട്, എടത്തുമായി പോകുന്നവർക്ക് വ്രതമുണ്ട്. പിന്നെ എവിടെയൊക്കെ പോണോ, വേളാങ്കണ്ണി പോണതിലും വ്രതവും നൊയമ്പും ഒക്കെയുണ്ട്. ഒരു നൊയമ്പും വ്രതവും വേണ്ടാത്തൊരു കൂട്ടരുടെ പേര് പറയാമോ? നിങ്ങളവിടെ ഇരിക്കും, ഞാനിവിടെ നിൽക്കും. സമയം കളയാല്ലാത്തതുകൊണ്ട് നിങ്ങൾ ആലോചിച്ചിട്ട് പിന്നെ പറഞ്ഞാൽ മതി ആ കൂട്ടരാരാന്ന്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു വ്രതവും കൊണ്ട് 2 കാല് വിളക്കി തുള്ളിച്ചാടി എന്ന് പറഞ്ഞാൽ മതി കേട്ടോ.
പക്ഷെ ഈ വചനം കൂടെ കേട്ടേച്ച് മതിയോ നിങ്ങൾ തീരുമാനിക്കണം. പ്രൈസ് ദി ലോർഡ്. ആത്മീയ സന്തോഷമൊക്കെ വളരെ നല്ലത് എനിക്കുമുണ്ട്. ഞാൻ മണിക്കൂറുകൾ ദൈവസന്നിധി ഇരുന്ന് ആത്മാവിൽ കർത്താവിനെ എന്റെ ബാല്യം മുതൽ ഇതുവരെ ആരാധിക്കുന്നു, അതിന് ഭംഗം വന്നിട്ടില്ല. പക്ഷേ അതൊക്കെ അവിടെ നിൽക്കട്ടെ, ജീവിതമാണ് വലുത്. മഹാത്മജി പോലും ഒരിക്കൽ പറഞ്ഞു, കേരളത്തിൽ വന്ന് പ്രസംഗിച്ച് പറഞ്ഞു, എന്റെ ജീവിതമാണ് എന്റെ പ്രസംഗമെന്ന്. അത് ലോകത്തെ പഠിപ്പിച്ചു. ഇന്നും അതേ ആ ശബ്ദം ലോകത്തോട് മുഴങ്ങുന്നു. ദൈവമക്കളെ, പാട്ടല്ല ജീവിതം, ആട്ടമല്ല ജീവിതം, അതെ നമ്മുടെ ജീവിതം, അതെ വചനപ്രകാരമുള്ള ഒരു ജീവിതം കാഴ്ചവെക്കണം. പ്രാമാണ്യവും പ്രാധാന്യമുള്ളതിന്റെ വില കുറയ്ക്കരുത് എന്ന് ഞാൻ ഈ തലമുറയോട് പറയുന്നു. അങ്ങനെയെങ്കിൽ ശരീരത്തിൽ ദൈവമക്കൾ കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ കാത്തിരിക്കുന്ന ദൈവമക്കൾ ഈ ശരീരത്തിൽ പാലിക്കേണ്ട അതേ വ്രതം എന്താണ്, വിശുദ്ധി എന്താണ്, ഉപദേശം എന്താണ്? മൂവാറ്റുപുഴയിൽ നിന്നൊക്കെ മഞ്ഞളിക്കര കാൽനടയായിട്ട് ആൾക്കാർ വരുന്നു, ധാരാളം ഒഴുകി വരുന്നുണ്ട്. പരിമല വരുന്നുണ്ട്, നാടിന് നാനാ ഭാഗങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. വണ്ടിക്കൂലിക്ക് കാശില്ലെന്നല്ല, ഇമ്പാലക്കാരും അതേ പ്ലിമത്തുകാരും ബെൻസുകാരും ഉള്ളവനായി ഇട്ടേച്ച് നടക്കുന്നത്. അപ്പോൾ എന്തോ ഇങ്ങ് അതിനെ താഴ്ത്തുകയോ വാഴ്ത്തുകയോ ഉയർത്തുകയോ ഒന്നുമല്ല, അവർക്കത് ഇങ്ങനെ ചെയ്യണമെന്ന് ഒരു നിബന്ധനയുണ്ട്. ഇന്നത്തെ പെന്തക്കോസുകാർക്ക് 1 കിലോമീറ്ററിനകത്തൊരു യോഗം നടന്നാൽ വരാൻ വലിയ പാടാ. എന്താ അമ്മച്ചി വരാഞ്ഞേ? നടക്കാൻ വയ്യ കുഞ്ഞെ. എന്താ പക്ഷെ വരാഞ്ഞേ? വയ്യ, തീരെ വയ്യ. അങ്ങനെ ഇരിക്കുമ്പോഴേ രണ്ടുപേരും കൂടെ ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്തുവാ അസുഖം? ഒരാൾക്ക് ഷുഗർ, ഒരാൾക്ക് പ്രഷർ, അല്ലെ പിന്നെ എല്ലാവർക്കും എല്ലാം ഉണ്ട്. ഈ പിന്നെ പരിഹാരം മരുന്നൊക്കെ തരുന്നതുകൊണ്ട് ഒരു ഗുണവുമില്ല. രാവിലെ എണീച്ച് 3 മൈൽ നടക്കണം. ഇപ്പൊ ചികിത്സയ്ക്ക് ചെല്ല് നടക്കുന്നവർ ഇതിനകത്തും കാണും. കേറിപ്പോയെങ്കിൽ അതേ നടന്നേ പറ്റുള്ളൂ. എവിടെ ഡോക്ടർ പറഞ്ഞു, ലോകം അറിയുന്നൊരു വലിയ ഡോക്ടറാണ്, ഇല്ല അമേരിക്ക, ഇന്ത്യ, ഡൽഹിയിലൊക്കെ ഒരുപാട് ഹോസ്പിറ്റൽ ചീഫായിട്ടിരുന്ന ഒരു വലിയ ഡോക്ടർ പറഞ്ഞു, ഇനി പ്രാർത്ഥിക്കാൻ എടുക്കുന്ന അരമണിക്കൂറുണ്ടല്ലോ, ആ നടപ്പിലെന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ എന്നാലും നടക്കണമെന്ന്. അദ്ദേഹം പ്രാർത്ഥന മുടക്കണ്ട, ആ സമയം നടപ്പിനെല്ലാം എടുത്ത് പ്രാർത്ഥിച്ചോളാം അങ്ങനെ വരെ പറഞ്ഞു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇത് നടക്കാൻ ഡോക്ടർ പറഞ്ഞാൽ ഇന്നിച്ചും വീണും ഒക്കെ നടക്കും. അതിനിടയ്ക്ക് പാമ്പ് കടിയും പട്ടുകടിയും ഒക്കെ വാങ്ങിച്ച് വണ്ടി കടിയും ഒക്കെ കിട്ടും. എന്നാൽ ദൈവം പറയുക നിന്നോട്, അതേ കുഞ്ഞി ആ കൂട്ടായ്മയ്ക്കൊന്ന് പോകണം, ആ പ്രാർത്ഥനയ്ക്കൊന്ന് പോകണം, അതേ പോയോ ഒന്നും മുടക്കരുത്. നടപ്പ് മുടക്കുകയില്ല, യോഗം മുടക്കി എത്ര വിധത്തിൽ കൊണ്ട് കൈ പൊക്കാൻ പറഞ്ഞാൽ പൊക്കുകയുമില്ല. അത് ഞാൻ എന്തായാലും കൈ പൊക്കിക്കുന്നില്ല, മനസ്സിൽ പൊക്കിക്കോണം. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കുന്നത്, എന്നോട് അല്പം അതൃപ്പ തോന്നിയാൽ എനിക്ക് ഒരു വിഷമമുള്ള പൊക്കതിയല്ല. ദൈവത്തിന്റെ സത്യം നിങ്ങളോട് തുറന്നു പറയുന്നതിൽ ഞാൻ ദൈവത്തിന്റെ പ്രതിനിധിയായി കർത്താവിന്റെ അംബാസഡറായി നിൽക്കുന്ന വ്യക്തിയെങ്കിൽ എനിക്ക് അത് പറയാനാണ്. മനുഷ്യനെ പ്രസാദിപ്പിക്കുവാൻ, അതേ പ്രസാദങ്ങളാൽ അല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വചനങ്ങളാൽ തന്നെ അത് തീർത്തു പറയുന്നു. നീ ലോകത്തിനടിമയായി അക്കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്നത് വേറൊരു കാര്യം. എന്നാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച് അവന്റെ വഴികൾ നടക്കുവാൻ കട്ടമായാലും നഷ്ടമായാലും എന്റെ ആത്മീയ കാര്യങ്ങൾ മുടക്കത്തില്ലെന്ന് തീരുമാനിച്ച എത്ര പേരുണ്ട്? വൈകിട്ടത്തെ ന്യൂസിന്റെ മുൻപേ ടിവിയുടെ ചുവട്ടിലിരുന്ന് കുത്തിയിരുന്ന് കുടുംബപ്രാർത്ഥന മുടക്കി എത്ര കുടുംബങ്ങൾ ഇതിനകത്തുണ്ട്? ഞാൻ നിന്നോട് പറയുന്നു, ടിവിയുടെ ചുവട്ടിലെ ഇരിപ്പ് മാറ്റി കുടുംബപ്രാർത്ഥന മടങ്ങി വന്നെങ്കിൽ നിന്റെ കുടുംബം കുഞ്ഞുങ്ങൾ നന്നാകത്തുള്ളൂ. വെട്ടിത്തുറന്ന് ഞാൻ പറയുന്നു, ആധുനിക സംസ്കാര പരിഷ്കാരങ്ങൾ വന്ന് തലമുറ നശിച്ച് പിടിയുന്ന പോയതിന്റെ കാരണം നിന്റെ വീട്ടിൽ നടക്കുന്ന ആത്മീയ ആരാധന, ഗുണദോഷം, ദൈവവചനം, വായന, ധ്യാനം, പ്രാർത്ഥന നിന്നുപോയതാണ്. തലമുറ കൈവിട്ടുപോയത്. പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ സഭയിലെ പാർട്ടും വിശ്വാസികളുമല്ല, നീ തന്നെ നിന്റെ മക്കളെ എത്തി ആദ്യം പ്രാർത്ഥിക്കണം. സ്വത്രം എങ്കിൽ ഈ തലമുറ മടങ്ങി വരികയുള്ളൂ. ചെയ്യേണ്ട കടപ്പാടുകളാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നത് എല്ലാം ചെയ്യാം, പക്ഷേ സഭ പറയുന്നോ അല്ലെങ്കിൽ ഇടവസന്മാര് പറഞ്ഞാലോ അതിനെ പൂ പോലെടുത്ത് തോട്ടിക്കളയും. കളഞ്ഞു, കുഴപ്പമില്ല. അതുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങൾ ഇരിക്കുന്നു. ഞങ്ങളുടെ അകമയുള്ള മനുഷ്യനെ ക്ഷയിക്കുന്നില്ല, പുറമെയുള്ള മനുഷ്യൻ ക്ഷയിക്കുന്നെങ്കിൽ സാരമില്ല. അതുകൊണ്ട് വരവിൽ അത് കാത്തിരിക്കുന്ന വ്രതന്മാർ, വിശ്വാസികൾ, ആദ്യം ഞാൻ തുടങ്ങുന്നത് ആത്മീയമല്ല പ്രാകൃതമത്തെ ഒന്നാമത്തെ എന്ന് പറഞ്ഞില്ലേ, ശരീരത്തിൽ പാലിക്കേണ്ട വ്യവസ്ഥിതികൾ അങ്ങോട്ട് തുടങ്ങുക. എനിക്കൊരു സമയം തന്നിട്ടുണ്ട്.
പ്രസംഗം തീരുന്നില്ലയോ എന്നല്ല, നിങ്ങളെ ബുദ്ധിമുട്ട് കൂടാതെ ഞാൻ സമയത്ത് പിരിച്ചു വിട്ടിരിക്കുക, എനിക്ക് യാതൊരു സംശയം ഉണ്ടാകില്ല. ഏതായാലും അതുവരെ പറയട്ടെ, ഞാൻ അങ്ങോട്ട് നീങ്ങട്ടെ. ഒന്നുകൂടെ വിഷയം പറയാം. കർത്താവിന്റെ വരവിലേക്ക് എടുക്കപ്പെടുവാൻ കാത്തിരിക്കുന്ന വിശ്വാസി ശരീരത്തിൽ പാലിക്കേണ്ട വ്രതം അല്ലെങ്കിൽ ഉപദേശം അല്ലെങ്കിൽ പാലിക്കപ്പെടേണ്ട വ്യവസ്ഥിതി എന്താണെന്നൊന്ന് കേട്ടാൽ, മനസ്സോടെ തുറന്നൊന്ന് കേട്ടാൽ ആർക്കും ദോഷം ചെയ്യുന്നതല്ല, ഏത് സമൂഹത്തിനും നന്മ ചെയ്യത്തുള്ളൂ. തിന്മയുള്ളതോ കുറവുള്ളതോ ഒന്നും പറയില്ല, എല്ലാം ദൈവ ഉപദേശങ്ങളെന്ന് വാക്യം കൊണ്ട് തെളിയിച്ചിട്ടേ പറയത്തുള്ളൂ. ഞാനീ പറയുന്ന വാക്യം എനിക്ക് കാണാതെ അറിയാം. ഈ വാക്യം വായിപ്പിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, വേദപുസ്തകത്തിൽ അങ്ങനെ ഉണ്ടെന്ന് ഈ സദസ്സം അറിയുവാൻ വാക്യങ്ങൾ വായിച്ച് തെളിയിക്കുന്നതേ ഉള്ളൂ. നമുക്കൊന്ന് പോരന്തി 6-ാം അധ്യായത്തിന്റെ 19-20 വാക്യം നമുക്ക് ആദ്യം എടുക്കാം. അതെ, 1 കൊരിന്ത്യർ 6-ാം അധ്യായം 19-20 വാക്യങ്ങൾ വിശ്വാസി ദേഹത്തിൽ പാലിക്കേണ്ട ദൈവിക വ്യവസ്ഥിതി, അതിന്റെ തുടക്കം ഇടങ്ങോട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അവിടെ ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ വാക്യം എടുത്തേക്ക് വായിച്ചേര്. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലക്കു വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? അതുകൊണ്ട് ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും നിങ്ങളുടെ ആത്മാവ് കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ എഴുതിയാൽ എന്താ തെറ്റ്? കാരണം ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ഇരിക്കുന്നെന്ന് പറഞ്ഞിട്ട് പരിശുദ്ധാത്മാവ് ഇരിക്കുന്ന ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താനാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് വസിക്കുന്ന വ്യക്തി ആ വ്യക്തിയുടെ ശരീരം കൊണ്ട് ദൈവത്തിന് മഹത്വം കരയണമെന്ന ശുദ്ധവാട്ടിൽ എഴുതിയേക്കുക. സംശയം വരാതിരിക്കാൻ ആ വാക്ക് അങ്ങനെ തീർത്തും അങ്ങോട്ട് എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തു തന്നത്. അപ്പൊ പരിശുദ്ധാത്മാവ് ഇരിക്കുന്നു, ദൈവത്തിന്റെ ദാനമായി നിങ്ങൾ ഇരിക്കുന്ന പരിശുദ്ധാത്മാവ്. വിശ്വാസി, രക്ഷിക്കപ്പെട്ട വിശ്വാസികളോട്, ദൈവമക്കൾ അല്ല രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഇന്നു രാത്രി അത് ക്രിസ്തുവിന്റെ സുവിശേഷം വിശ്വസിച്ച് അവർ രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായി തീരുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അത് ദാനമായി ദൈവം നിങ്ങൾക്ക് തരുമെന്നുള്ളത് വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ദാനമാണ്. ഇതിൽ പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സ്ത്രീകന്മാരും മുഖാന്തരം അറിയിച്ചെന്ന ജീവനും പരിശുദ്ധിയുമുള്ള റൂഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്തോ പരിശുദ്ധാത്മാവ്? പ്രൈസലോ, അഹരോന്യ തൈലം കാച്ചിക്കൂട്ടിയതല്ല, അവിടെ ഒന്നും പരാമർശിച്ചിട്ടില്ല. പിന്നെ എന്താ പരിശുദ്ധാത്മാവ്? പിതാവിൽ നിന്ന് പുറപ്പെട്ടതാണ്, പിതാവിനോടും പുത്രനോടും തുല്യമായി വന്ദിക്കപ്പെടുവാൻ അവൻ യോഗ്യനാണ്. നിവ്യന്മാർ അഥവാ പ്രവാചകന്മാർ, സ്ത്രീകന്മാർ, അപ്പോസ്തലന്മാർ ഇവരാൽ അറിയിക്കപ്പെട്ടവനാണ്, അത് ജീവനുള്ളവനാണ്, അത് പരിശുദ്ധനാണ്. ഈ പരിശുദ്ധ റൂഹായെ പ്രാപിച്ചവരാണ് അത് കൂടി വന്നിരിക്കുന്ന ദൈവമക്കള് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ദൈവമക്കൾ സ്തോത്രം ചെയ്താണ്. നമുക്ക് തന്ന ആത്മാവിനെ നമുക്ക് തന്ന ദൈവത്തിന്റെ സ്തോത്രം. ഈ വാക്കിലേക്ക് വരട്ടെ. അത് ദൈവത്തിന്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ് ശരീരം. അപ്പൊ ശരീരം എന്ത്? ശരീരം ആരുടേത്? വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളോട് ഞാൻ ചോദിക്കുന്നു, ശരീരം ആരുടേത്? ശരീരം ആത്മാവിരിക്കുന്ന മന്ദിരമാണ്, അല്ലെങ്കിൽ ബംഗ്ലാവാണ്, അല്ലെങ്കിൽ ആലയമാണ്, അല്ലെങ്കിൽ വീടാണ്, അല്ലെങ്കിൽ കെട്ടിടമാണ്, എന്ത് വേണേലും എടുത്തോ പര്യായ പദോ, ശരീരം ദൈവാത്മാവിന്റെ താമസ സ്ഥലമാണ്. അത് ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും കാര്യം, എന്റെ കാര്യം, നിങ്ങളുടെ കാര്യം. പരിശുദ്ധാത്മാവ് വസിക്കുന്ന വീടാണ് രക്ഷിക്കപ്പെട്ട വിശ്വാസിയുടെ ശരീരം. ആണോ? പൈസലോ അതോ മറ്റു വല്ലതുമൊക്കെ വസിക്കുന്നുണ്ടോ? അത് ചോദന ചെയ്യേണ്ട സമയമാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ശരീരത്തിലോ വസിക്കുന്നു. അപ്പൊ അടുത്ത വാക്ക് കണ്ടീഷൻ, നിങ്ങളെ ഒറ്റയ്ക്കെടുത്തതല്ല, പാട്ടത്തിനെടുത്തതല്ല, പണയത്തിനെടുത്തതല്ല, വാടകയ്ക്കെടുത്തതല്ല, പിന്നെ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങളാൽ നിങ്ങൾക്കുള്ളവരല്ല നിങ്ങൾക്ക് അറിയത്തില്ലയോ? ഒരു ചോദ്യമാണ്. നമ്മളെ വിലയ്ക്ക് വാങ്ങിയതാണെന്ന്. അതെ, രക്ഷിക്കപ്പെട്ട കുഞ്ഞാടിന് ചോദിയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലെ കർത്താവ് താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ദൈവത്തിന്റെ ആട്ടുകൂട്ടമാണ്. സ്വർഗത്തിലും കുഞ്ഞാടെ നീ അറുക്കപ്പെട്ട രക്തകുണികളെ വിലയ്ക്ക് വാങ്ങിയതാണ്. അതെ, വിലയ്ക്ക് വാങ്ങപ്പെട്ട കൂട്ടമാണ് അതെ ദൈവത്തിന്റെ സഭ ആണല്ലോ. സംശയമില്ല, ഉപദേശം അങ്ങനെ തന്നെ നേർവഴിക്ക് നിൽക്കുന്നല്ലോ. അപ്പോൾ എന്താണ് പറഞ്ഞത്? വിലയ്ക്ക് വാങ്ങിയവരാണ്. അവിടെ മുമ്പേ പറഞ്ഞത് പറയുക, ഒന്നുകൂടെ പറയാം. ഒറ്റയ്ക്ക് എടുത്തതല്ല, പാട്ടത്തിനെടുത്തതല്ല, പണയത്തിനെടുത്തതല്ല, അതെ വാടകയ്ക്ക് എടുത്തതല്ല. നമ്മെ ഓരോരുത്തരെയും കുഞ്ഞാട് ചങ്കിലെ ചോര കൊണ്ട് വിലയ്ക്ക് വാങ്ങിയതാണ്. ആ വിലയ്ക്ക് വാങ്ങിയ വസ്തുവിലാണ് ആത്മാവെന്ന ദൈവത്തെ ഇരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയും ഈ ശരീരം കൊണ്ട് പാപമേള നാടങ്ങളല്ല, ദൈവത്തിന് മഹത്വം കരയറ്റുക തന്നെ ചെയ്യണം. അതാണ് വിശുദ്ധന്മാരുടെ സദസ്സിൽ ദൈവ
ദൈവത്തിന് മഹത്വം കരയറ്റണം എന്ന് പറയുന്നതിന്റെ കാര്യം അതാണ്. എന്ന് പറഞ്ഞ അർത്ഥം മനസ്സിലായോ? ശരീരം വിലയ്ക്ക് വാങ്ങിയാണെന്ന് അറിഞ്ഞില്ലേ? അടുത്തൊരു വാക്ക് ചോദിക്കട്ടെ. ഈ ശരീരം പുകക്കുടലല്ല, പൊടിക്കുപ്പിയല്ല, പലകാര്യം കള്ളുംകുടമല്ല, കഞ്ചാവൂറ്റിയല്ല, മേക്കപ്പ് സെന്ററും അല്ല. 5 വാക്കിലും പിടികിട്ടണേ. മറ്റു വലതും പൊക്കോട്ടെ. പോകാനല്ല, മറന്നുപോയെങ്കിൽ ഇപ്പൊ എന്തിരിക്കും? അപ്പൊ നമ്മുടെ ശരീരം എന്തല്ല, എന്തിനല്ല? ശരീരം പൊടിക്കുപ്പിയല്ല, പുകക്കുടലല്ല, കഞ്ചാവൂറ്റിയല്ല, പിന്നെ മേക്കപ്പ് സെന്റർ അല്ല. നിന്റെ ശരീരം, നിന്റെ ഉടയും നിന്റെ നടയും നിന്റെ മട്ടും നിന്റെ കെട്ടും നിന്റെ പൊക്കും നിന്റെ വരവോ അറിയാൻ നിന്റെ മുടി മുതൽ നിന്റെ നഖം വരെ ആർക്കുള്ളതാണെന്ന് അറിയാമോ? ഈ ലോകചാരന്മാരുടെ ആകരണ അതെ ആ വസ്തുവല്ല ഇത്. അത് ദൈവത്തിന്റെ പരിശുദ്ധമ വസിക്കുന്ന വിശുദ്ധ അമ്മയാണ് ശരീരം. ആണോ? വചനം ഞാൻ തെറ്റിച്ച് പറഞ്ഞിട്ടില്ലെന്നുള്ളതിന് വ്യക്തമാണ്. അതിന് ആ വാക്യങ്ങളൊക്കെ ഉടനടി അങ്ങോട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് ശരീരം കൊണ്ട് എന്നാ ചെയ്യണം? ശരീരം കൊണ്ട് എന്നാ ചെയ്യണം? ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇവിടെ കടന്നു വന്ന ദൈവത്തിന്റെ വൈദ്യരെ നിന്റെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ദൈവം മഹത്വപ്പെടാത്ത യാതൊരു വഴിക്കും നിന്റെ ശരീരം ചലിക്കരുത്. സ്തോത്രം. മനസ്സിലായോ? ഈ ലോകചാരന്മാരായ ആൾക്കാരെ ആകർഷിക്കുവാനായിട്ട് ലോക ചമയങ്ങൾ അണിഞ്ഞുകൊണ്ട് പാരീസ് മോഡലും സിനിമാ സ്റ്റൈലും അവതരിപ്പിക്കാനുള്ളതല്ല നിന്റെ ശരീര അവയവങ്ങൾ. അത് ദൈവത്തിന് കൊടുത്തതും ദൈവം വിലയ്ക്ക് വാങ്ങിയതുമാകയാൽ ഈ ശരീരത്തിന്റെ മുഴുവൻ ഘടനയും അതിന്റെ ഭാഗവും ദൈവ മഹത്വത്തിന് തന്നെ വേർതിരിച്ചതാണ്. വിശ്വസിക്കുന്ന ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് കൊടുത്തവരെന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യേ. സംശയിക്കേണ്ട കാര്യമൊന്നുമല്ല. ഉപദേശം പറഞ്ഞാൽ ഉപദേശമാണെങ്കിൽ അത് അംഗീകരിക്കുകയാണെന്നുള്ളത് അത് നല്ല മനസാക്ഷിയുള്ളവരുടെ കടമയാണല്ലോ. ശരി, അപ്പോൾ നാം ദൈവത്തിന് നമ്മെ കൊടുത്തതാണ്. ഞായറാഴ്ചക്കല്ല കൊടുത്തത്. ജീവിതം മുഴുവൻ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ കർത്താവിനുള്ളവരാണ്. എന്റെ പ്രിയൻ എനിക്കുള്ളവൻ, ഞാൻ അവനുള്ളവളെന്ന് തിരുവെഴുത്ത് പറയുന്നവർ. നാം കർത്താവിനുള്ളവർ തന്നെ. അതേ നിലയിൽ തന്നെ ജീവിതം നിൽക്കണം. ഇതിന് എടുക്കപ്പെടുന്ന വിശ്വാസിയുടെ ഒരുക്കപ്പെടേണ്ട വ്യവസ്ഥിതി ശരീരത്തിൽ എന്ന വിഷയമാണ് ഞാൻ ഇപ്പോൾ തെളിയിച്ചു പോകുന്നത്. നേരത്തിന്റെ കുറവുള്ളത് കൊണ്ട് എവിടെ അധികം നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒക്കത്തില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുവാൻ കഴിവുള്ളവർ. അടുത്ത വാക്ക് 6-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിന്റെ പകുതിക്ക് ശേഷം സഹോദരന്മാരെ ആരെങ്കിലും എടുത്ത് വായിക്കാമോ? ആ 6-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിന്റെ പകുതിക്ക് ശേഷം ശരീരമോ ദുർനടപ്പിനല്ല കർത്താവിനത്രേ. ഉണ്ടോ അങ്ങനെ? വായിച്ചേ. എന്താ വെറുതെ പറഞ്ഞാന്നോ? ശരീരം ദുർനടപ്പിനല്ല കർത്താവിനത്രേ. കർത്താവ് ശരീരത്തിനും ഉണ്ട്. എന്നാൽ കർത്താവിന്റെ ശരീരമാണെങ്കിൽ, കർത്താവിന് കൊടുത്തതാണെങ്കിൽ, കർത്താവ് ശരീരത്തിന് ഉടയവനാണെങ്കിൽ, കർത്താവിനെ ഉയർപ്പിച്ച ദൈവം നമ്മെയും ഉയർപ്പിച്ച് കുറ്റവും കുറവും കൂടാതെ തിരുസന്നിധിയിൽ നിർത്തോ. ഒരു നല്ല ഉയർപ്പ് വേണമെങ്കിൽ ഒരു നല്ല വിശുദ്ധ ജീവിതം വേണം. വേണമെങ്കിൽ വചനം എങ്ങനെ പറയുന്നു അതാ തീരുമാനിക്കേണ്ടത്. ഉയർപ്പ് പ്രത്യേകിച്ച് പാട്ട് പാടിയാൽ കാര്യം നടക്കുകയില്ല. ഉയർക്കാൻ യോഗ്യതയുള്ള ശരീരമായിരിക്കണം അത് ജീവിതത്തിൽ എന്നാ പറഞ്ഞത്. എന്തുവാ അവിടെ ദുർനടപ്പ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്? ശരീരം ദുർനടപ്പല്ല, കർത്താവിനത്രയും. ദുർനടപ്പ് എന്ന് പറഞ്ഞാൽ 7-ാം കൽപ്പനയുടെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ലംഘനം വരുന്നിടത്ത് ദുർനടപ്പ് എന്ന ഭാഗം അതിനോട് ചേർത്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ അത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. എബ്രായലേഖനം 13-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ ദൈവം വ്യഭിചാരികളെയും ദുർനടപ്പുകാരെയും വിധിക്കുമെന്ന് 2 വാക്ക്. ഇംഗ്ലീഷിൽ നോക്കിയാൽ അഡൽട്ടറി ആൻഡ് ഫോർണിക്കേഴ്സ് എന്ന 2 വാക്കാണ്. അപ്പോൾ ദുർനടപ്പ് വേറെയും വ്യഭിചാരം എന്നുള്ള പക്വലായിട്ട് ആ 7-ാം കൽപ്പന അത് എടുത്തോട് നല്ല ഭംഗിയായിട്ട് പറഞ്ഞിരിക്കുന്നു. അപ്പൊ പിന്നെ ദുർനടപ്പ് എന്താ? ആ ദുർനടപ്പ് ഞാന് കാലുവയ്യാത്ത നടപ്പല്ല പറഞ്ഞത്. പിന്നെ എന്താ ദുർനടപ്പെന്ന കാര്യം മനസ്സിലായോ? ദൈവത്തിന്റെ വഴി വിട്ട്, പ്രമാണം വിട്ട്, ഉപദേശം വിട്ട്, വിശുദ്ധി വിട്ട് നീ പോകുന്ന വഴി ഏതോ ആ പാത ദുർനടപ്പിന്റെ പാതയാണ്. ഇവിടെ ഞാൻ ജാതി മതം ഒന്നും തിരിക്കുന്നില്ല. ജീവിക്കുന്ന ദൈവം അറിയാം ഈ വഴി എന്താണെന്ന്. കർത്താവിന്റെ ജനങ്ങളെ, ദൈവമക്കളെ ഞാൻ ഉറപ്പിച്ച് തുറന്നു പറയുകയാണ്. നീ പോകുന്ന വഴി ദൈവപ്രസാദമല്ല, എങ്കിലത് ദുർനടപ്പിന്റെ പാതയാണ്. സിനിമയും നാടകവും അതേ സർക്കസും അടുത്ത കമ്പനികളും വീടിയും പുകയും അതേ കഞ്ചാവും മറ്റേതും മറിച്ചേതും അങ്ങനെ ഇങ്ങനെ പോകുന്നതൊക്കെ ഉണ്ടല്ലോ. ദൈവം പ്രസാദിക്കാത്ത നിന്റെ കാഴ്ചവടികളൊക്കെ ദുർനടപ്പിന്റെ പാതയാണെന്നറിഞ്ഞ് ദുർനടപ്പ് വിട്ട് ഓടുകി എന്ന വചനപ്രകാരം അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മടങ്ങി വരവ്
എടുക്കപ്പെടുന്നവർക്ക് ഏറ്റവും ആവശ്യം. നടപ്പിന് സപ്പോർട്ട് വേദോസ്തവും ഇല്ല. തൊഴിലുറപ്പുകാരനെ ദൈവം സഹിക്കത്തില്ല. കണ്ട് കരച്ചിലുകൊണ്ട് പ്രശ്നം പരിഹരിച്ചില്ല. യോശുവ കവിണ് കടന്ന് കരഞ്ഞു. ദൈവം പറഞ്ഞു, നീ എന്തിനാ കരയുന്നത്? ഈ കരച്ചിൽ കൊണ്ടല്ല പ്രശ്നം പരിഹരിക്കാൻ പോകുന്നത്. നീ ചെയ്യേണ്ട കാര്യം ചെയ്യുവാൻ എഴുന്നേൽക്ക് പറയട്ടെ. ഈ പ്ലാറ്റ്ഫോമിൽ ഒറ്റ വ്യക്തി സ്വന്തം പറഞ്ഞില്ല. സ്വത്രം ഞാൻ പറഞ്ഞതിന്റെ കട്ടിയായി. കരച്ചിൽ കൊണ്ട് തന്നെ കാര്യം സാധിക്കും. നടക്കരുത്, വിചാരിക്കരുത്. എങ്കിൽ പിന്നെ ഈ പ്രമാണത്തിന്റെ ആവശ്യമില്ല. ഞാൻ പറയുന്ന വാക്യം നീ ഒന്ന് വായിച്ചാൽ പിന്നെ നാട് വായിച്ചേ. ഇസ്രായേൽ മക്കളുടെ സർവ്വസമയം കാണുകെ ഒരു ഇസ്രായേലിന്റെ തന്റെ സഹോദരന്മാരുടെ മധ്യത്തിലൂടെ ഒരു മിദ്യാന്യ സ്ത്രീയെ ചങ്കൂറ്റത്തോടെ ഒളിച്ചല്ല കൊണ്ടുവന്നത്, പരസ്യമായിട്ടാണ് കൊണ്ടുവന്നേ. അഹരോൻ പുരോഹിതന്റെ മകനായ എലയാസറിന്റെ മകൻ ഫിനെഹാസ് അത് കണ്ടപ്പോൾ സഭയുടെ മധ്യ എഴുന്നേറ്റ് കയ്യിൽ ഒരു കുന്തമെടുത്തു. ആ ഇസ്രായേലിന്റെ പിന്നാലെ അന്തഃപുരത്തിലേക്ക് ചെന്നു. ഇരുവരെയും, ആ ഇസ്രായേലിനെയും ആ സ്ത്രീയെയും തന്നെ അവിടെ ഉദരം തുളയ്ക്കും വണ്ണം കുത്തി. അപ്പോൾ ബാധ ഇസ്രായേൽ മക്കളെ വിട്ടുമാറി. എന്താ ഈ വിശുദ്ധിയുടെ പ്രമാണം നീ പറയുന്നത്? സ്തോത്രം. അടുക്കള മൂലയിൽ കയറിയിരുന്ന് കരഞ്ഞാ നല്ലത്. പക്ഷെങ്കിൽ അകൃത്യം നൃത്തം ചെയ്യുമ്പോൾ, പാപം നൃത്തം ചെയ്യുമ്പോൾ അതിനറുതി വരുത്തിയിട്ടാണ് പ്രാർത്ഥന നടക്കേണ്ടത്. അത് വെച്ച് പൊതിഞ്ഞല്ല പ്രാർത്ഥിക്കേണ്ടത്. ഇവിടെ വിഷയം മനസ്സിലായോ? താഴോട്ട് ഒന്ന് രണ്ട് വാചകം കൂടെ അല്ല അധ്യായം മുഴുവൻ വായിക്കേണ്ട കാര്യമാണ്. അങ്ങനെ വരുന്നപ്പോൾ അടുത്ത കുഞ്ഞെ ഒന്ന് വായിച്ച അടുത്ത വാചകം കൂടെ താഴോട്ട് വായിക്കേ. പിന്നെ യഹോവ മോശയോട് അരുളി ചെയ്തത്, ഞാൻ എന്റെ തീഷ്ണതയിൽ ഇസ്രായേൽ മക്കളെ സംഹരിക്കേണ്ടതിന് അഹരോൻ പുരോഹിതന്റെ മകനായ എലയാസാറിന്റെ മകൻ ഫീനെഹാസ് അവരുടെ ഇടയിൽ എനിക്ക് വേണ്ടി തീഷ്ണതയുള്ളവനായി. സംഹരിക്കേണ്ടതിനാണോ? ആ വാചകം ഒന്നോട് ശ്രദ്ധിച്ചേ. സംഹരിക്കാതിരിക്കേണ്ടത്. ഇസ്രായേൽ മക്കളെ അതേ മൊത്തത്തിൽ ഞാൻ സംഹരിക്കാതിരിക്കേണ്ടതിന് അത് അഹരോന്റെ കൊച്ചുമകൻ ഫിനെഹാസ് എന്ത് ചെയ്തു? മകനായ എലയാസാറിന്റെ മകൻ ഫിനെഹാസ് അവരുടെ എനിക്ക് വേണ്ടി തീഷ്ണതയുള്ളവരായി എന്റെ ക്രോധം ഇസ്രായേൽ മക്കളെ വിട്ടുപോകുമാറാക്കിയിരിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ നാമത്തിൽ വചനപ്രകാരം വിശുദ്ധീകരണം നടത്തുന്നവനെ പാളയത്തിൽ ഒടുക്കുകയല്ല, അവൻ ചെയ്ത പ്രവൃത്തിയാൽ ഇസ്രായേൽ രക്ഷ വന്നെന്ന് എന്റെ ദൈവം ദൈവത്തെ കൊണ്ടാണ് എന്ന് പറഞ്ഞു. എന്താ വിശുദ്ധിയുടെ പ്രമാണം? ആ ദൈവം തന്നെയാ ഇന്നത്തെ എന്റെ ദൈവം. മാറിപ്പോയ ദൈവം ഒന്നുമല്ല. അടുത്ത ഭാഗം ഒന്ന് വായിച്ചേ. അടുത്ത ഭാഗം. ഞാൻ അവന് എന്റെ സമാധാന നിയമം കൊടുക്കുന്നു. അവൻ തന്റെ ദൈവത്തിന് വേണ്ടി തീഷ്ണതയുള്ളവനായി ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി പ്രായശ്ചിത്തം ദൈവത്തിനു വേണ്ടി തീഷ്ണതയുള്ളവനായി ഇസ്രായേൽ ജനത്തിന് വേണ്ടി പ്രായശ്ചിത്തം നടത്തിയതാണ്. പാപത്തെ പൊതിഞ്ഞു വെക്കുകയല്ല, അതിന് പര്യവസാനം വരുത്തിക്കൊണ്ട് അത് ജനത്തിന് അത് രക്ഷ വരുത്തിയതാണ്. വിശുദ്ധീകരണ സഭയെ നടപ്പാക്കിക്കോ, അതാണ് നല്ലത്. അവയില്ലെങ്കിൽ ഇല്ല, ഒന്നുമില്ലെങ്കിലും ഇല്ല, പട്ടിണി കിടന്ന് ചത്താലും വേണ്ടുകയില്ല. വിശുദ്ധീകരണത്തിൽ ആരാധനയും സഭകൾ നിൽക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. വെറുതെ ഇത് വ്യക്തമായ ഒരു സത്യചരിത്രം എഴുതി വെച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഇടയിൽ എങ്ങാണോ ഒന്നിനെയും കൊണ്ട് വന്നിരുന്നെങ്കിൽ ഞാനിപ്പോ ഓർക്കുക. എന്റെ അഭിപ്രായമാണ് പറയുന്നത്, ഉപദേശമല്ല. അങ്ങനെ ഒരുത്തൻ ചെന്ന് ഒന്നിനെയും കൊണ്ട് നമ്മുടെ ഇടയിൽ വന്നാൽ ഞായറാഴ്ചത്തെ സ്വീകരണം എന്തായിരിക്കുമെന്ന് ഞാൻ അങ്ങ് കവിമാരുടെ കൂട്ട് സങ്കല്പിക്കുക. ഒന്നാമത്തെ മൂപ്പൻ എഴുന്നേറ്റ്, രണ്ടാമത്തെ നമ്മുടെ സഹോദരൻ പോയി, അവനാളെടുക്കാനാണ്. ഒന്നിനെയും കൊണ്ടുവന്നു, ഒരാത്മാവിനെ കൊണ്ടുവന്നു. ചുരുക്കത്തിൽ പറഞ്ഞ അവൻ എന്തെങ്കിലും തക്കതായ ഒരു ദാനം കൊടുത്തേ വിടത്തുള്ളൂ. വെടിയില്ല വെച്ചേക്ക് തന്നെ. എന്തെങ്കിലും വെച്ചാൽ നല്ല കാണിച്ചാൽ അറിയാമല്ലോ. അങ്ങനൊക്കെ ചെയ്ത് കട്ടിക്കൂട്ടി മിടുക്കന്മാരെ വാഴ്ത്തി എന്ന് മണ്ടക്ക് കെട്ടി അധിപന്മാരാക്കും. അങ്ങനല്ലായിരുന്നു. ദൈവവചനം അശുദ്ധനെ അശുദ്ധനായും വിശുദ്ധനെ വിശുദ്ധനായും കാണുവാൻ ഈ പുസ്തകം നമുക്ക് മാർഗനിർദ്ദേശം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയുന്നു, ഉപദേശം മറച്ചു പിടിപ്പാൻ സാധ്യമല്ല. ഇതാണ് ദൈവത്തിന്റെ പ്രമാണം. ജഡാഭിലാഷക്കാരനും ജഡത്തിൽ വീണവനും അധർമ്മത്തിൽ
ജീവിക്കുന്നവനും പാപത്തിൽ അത് നടക്കുന്നവനും അത് സഭ ദൈവം അംഗീകരിക്കുന്നതല്ല, സമൂഹ അംഗീകരണം അല്ല ഇവിടെ ആവശ്യം. ദൈവം അംഗീകരിക്കുന്ന വിശുദ്ധന്മാർ ദേഹത്തിലും ദേഹിയിലും ആത്മാവിലും ആ വിശുദ്ധന്മാരായി തന്നെ ഇരിക്കണം. ദേഹവിശുദ്ധി വ്യക്തമാണ്, അത് ശരീരവിശുദ്ധി ശക്തമാണ്, അത് ജീവിതത്തിന്റെ പ്രമാണങ്ങൾ അതിവ്യക്തമാണ്, അത് ജീവിതത്തിന്റെ നടപ്പിൽ തെളിയിച്ചു കൊടുക്കേണ്ടതുമാണ്. അന്തപുരത്തിൽ വാഴുന്ന പാപവും അത് പുറത്തെടുക്കുവാൻ തക്കവണ്ണം ഇതിനകത്തെ പ്രമാണം ശക്തമാണ്. ശരി, ഞാൻ ഓർപ്പിച്ചതൊക്കെ ഉണ്ടെന്ന്, ഇതാണ് പ്രമാണമെന്നൊന്ന് ഓർക്കുവാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടെ നീങ്ങാട്ടെ, അടുത്ത വാക്യം വായിച്ചു. റോമർ 12:1 വായിച്ചേ, വേഗം വായിച്ചു പോട്ടെ. അത് 3:16 വായിച്ചു. ഇനി ഇല്ലയോ? എന്നാലും ഞാൻ പറയാം. സഹോദരന്മാരെ, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. ആത്മാക്കളെയല്ല, നിങ്ങളുടെ ശരീരങ്ങളെ. ശരീരത്തിലല്ലേ നമ്മളിവിടെ ജീവിക്കുന്നത്. അപ്പോൾ ശരീരത്തിൽ എങ്ങനെ ജീവിക്കണം? ദേഹത്തിൽ എങ്ങനെ ജീവിക്കും? നിങ്ങളുടെ ശരീരങ്ങളെ ജീവൻ വേണം, ജീവൻ വേണം. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദിക്കത്തക്ക യാഗമായി സമർപ്പിക്കണം. സറണ്ടർ ചെയ്യണം. ശരീരം ദൈവത്തിന്, ദൈവഹിതത്തിന്, ദൈവവിശുദ്ധിക്ക്, ദൈവമാൻ സറണ്ടർ ചെയ്യണം. ഏൽപ്പിച്ചു കൊടുക്കണം അങ്ങോട്ട്. ഇന്നിവിടെ കൂടി ദൈവമക്കളോട്, സകല ജനത്തോട് ഞാൻ പറയുന്നു, നമ്മുടെ ശരീരം അധർമ്മത്തിനും പാപത്തിനുമല്ല, അത് ദൈവത്തിന് തന്നെ എന്ന നിലയിൽ അത് ഓരോന്ന് നോക്കി ശ്രദ്ധിച്ച് കർത്താവിന് സമർപ്പിച്ചു കൊടുക്കണം. ഈ ലോകത്തിൽ അനുരൂപമാകാതെ, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതയിൽ നിന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. എന്നാ ചെയ്യേണ്ടത്? ഈ യോഗത്തിലും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ദൈവാനുരൂപമായി രൂപാന്തരപ്പെടുവാൻ മനസ്സ് പുതുക്കണം. അതിന് മനസ്സുള്ളവരെ ഇന്ന് രാത്രി ദൈവവചനം കേൾക്കുമ്പോൾ, കർത്താവേ, ദേഹത്തിലും ദേഹിയിലും ആത്മാവിലും കുറ്റം കൂടാതെ ഈ എന്നെ ഞങ്ങൾ സറണ്ടർ ചെയ്യുന്നു എന്നതാണ്. അടുത്ത വാക്യം നമുക്ക് മുമ്പോട്ട് കയറി വായിക്കാം. റോമർ 6:12 വാക്യം എടുത്ത് വായിച്ചാണ്. റോമർ 6:12 വാക്യം വേഗമാകട്ടെ. ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റവർ, ക്രിസ്തുവിന്റെ കൂടെ ജീവന പുതുക്കുന്ന നടക്കുന്നവർ, സ്നാനപ്പെട്ട് കൂട്ടായ്മ ദൈവമക്കൾ അവരുടെ അവയവങ്ങൾ പാപത്തിനോ മോഹത്തിനോ ലോകത്തിനോ കൊടുക്കരുത്. അത് സമ്പൂർണമായി ദൈവത്തിന്. കാരണം പ്രതിവാദം എടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഇട്ടിക്കപ്പെട്ട് കൂട്ടായ്മ വന്നേച്ച് ഒളിച്ചു വന്ന് കർത്തൃമേശ എടുത്തേച്ച് അതേ മാർക്കറ്റിൽ ചെന്ന് അവരുടെ കൂട്ടയും സംഘടനയിൽ ചെന്ന് അവരുടെ കൂട്ടത്തിലും പോകുന്നിടത്ത് ആ കൂട്ടത്തിലും അതുപോലെയും ജീവിക്കാനല്ല കുഞ്ഞെ. നീ സ്കൂളിൽ പോയാൽ ദൈവ വൈദ്യലാണ്, നീ കോളേജിൽ പോയാൽ ദൈവ വൈദ്യലാണ്, അല്ലെങ്കിൽ നീ മാർക്കറ്റിൽ പോയാൽ ദൈവ വൈദ്യലാണ്, നീ ഓഫീസിൽ പോയാൽ ദൈവ വൈദ്യലാണ്, നിന്റെ ഡ്യൂട്ടിക്ക് സഹോദരന്മാർ എവിടെ പോയാലോ നമ്മൾ ദൈവ മക്കളാണ്. അത് ലോകക്കാരെ പോലെയല്ല, ജാതികളെ പോലെയല്ല, അവരോടുകൂടെ എണ്ണപ്പെടുന്നില്ല. ഇതാ തനിച്ചു മാർക്കുന്ന ഒരു ജനം, അത് വിധത്തിന് സമർപ്പിക്കപ്പെടണം. വിശ്വാസികൾ ജീവിക്കേണ്ട ജീവിത പ്രമാണമുണ്ട്. സ്തോത്രം. ഇപ്പൊ എവിടെയെങ്കിലും ചെന്ന പ്രസംഗം കൈയടിക്കണം, ചാടണം, വീഴണം, തുള്ളണം, എഴുന്നേക്കണം, കുരയ്ക്കണം, ഛർദ്ദിക്കണം എന്നൊക്കെ കേൾക്കാം. എനിക്ക് ഇതൊന്നുമല്ല പറയാനുള്ളത്. വിശുദ്ധമായി ഒന്ന് ജീവിച്ച് കർത്താവിന്റെ വരവിൽ തള്ളപ്പെടാതെ ചെല്ലണം. അതിനുള്ള വഴിയായി പറഞ്ഞിരുന്നത്. അതിനെ ഇപ്പൊ ഖണ്ഡനം ഒന്നും എടുക്കാൻ നേരമില്ല. അല്ലെങ്കിൽ അതേ ഇന്നത്തെ ഉപദേശങ്ങൾ വഴി പിടിച്ച് തലമുറയെ നശിപ്പിച്ച ഷുഗർ കോട്ടിങ് പിൽസ് പോലാണ്. പാട്ടും ആട്ടവും ചാട്ടവും കാണുമ്പോൾ പാവപ്പെട്ട ദൈവമക്കള് ഇതേതാണ്ട് ദൈവാത്മാവിന്റെ കുതിപ്പാട്, ഈ കൂട്ടത്തിലാണ് സത്യം, ഇവരുടെ കൂടെ കൂടിയാലേ ഒക്കെ എന്ന് പറഞ്ഞ് അതിനകത്ത് ചെല്ലും. കുഞ്ഞെ, ഷുഗർ കോട്ടിങ് പിൽസാണ്. വിശുദ്ധി ഇല്ലാത്തടത്ത്, വേർപാടില്ലാത്തടത്ത് ദൈവം വരുമെന്ന് പറഞ്ഞ ഘോഷത്വമാണ്. രണ്ടു കാര്യം തെളിയിച്ചെന്ന വചനത്തിൽ നിന്നുമാണ്. വചനത്തിലെ വ്യവസ്ഥകൾ മറികടക്കരുതെന്ന് എനിക്ക് ഹൃദയംഗമായ താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്. അതേ ദൈവത്തിന്റെ പ്രമാണം വിശുദ്ധമാണ്. അത് വേർപാടും വിശുദ്ധിയും ദൈവം വിളിച്ച നാൾ മുതൽ സ്ഥാപിച്ചതാണ്. അത് വേറെ ഒന്നും കൊണ്ടുവന്ന പ്രമാണമല്ല. അതുകൊണ്ട് ആ പ്രമാണത്തിന്റെ ശക്തി കെടുത്തിക്കളയരുതെന്ന് അത് ഞാൻ കർത്താവിന്റെ നാമത്തിൽ നിങ്ങളുടെ ബുദ്ധി ഉപദേശിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പലയിടത്തും കാണുന്ന പലതും ദൈവത്തിന്റെ വഴിയാണെന്നോ വചനമാണെന്നോ അതാണെന്നോ വിചാരിക്കരുത്. അതേ, ഞാനൊരു കാര്യം പറയാം. ദാവീദ് പെട്ടകമെടുത്ത് വിരുദ്ധന്മാരിൽ 30,000 പേരെ കൊണ്ട് ഭൂമി കുലുങ്ങുന്ന തുള്ളൽ തുള്ളി. എന്തോ ഇതിന്റെ കെയറോഫില്ല. കളക്കച്ചവടത്തിന്റെ ജയം കൊണ്ട് കിട്ടിയ കാശ് കളവാക്കാൻ ചെയ്തതല്ല. പിന്നെ ട്രഷറി മോട്ടിച്ച പണം കൊണ്ടുവന്ന് എന്തെങ്കിലും വെട്ടിപ്പല്ല നടത്തിയത്. സൈന്യങ്ങളുടെ ദൈവമായ ക്രൂവുകളുടെ മേൽ അധിവസിക്കുന്ന പരിശുദ്ധ ദൈവത്തിന്റെ പെട്ടകം അതേ കൊണ്ടുവന്ന് കൂടാരത്തിൽ പ്രവേശിപ്പിച്ച് പവിത്രമാക്കുവാൻ 30,000 വിരുദ്ധന്മാരെ മുമ്പിൽ നിർത്തി തുള്ളിച്ചു. 30,000 ഒന്നും വേണ്ട,
300 തുള്ളാൻ കഴിവുള്ള തുള്ളിയാൽ ഈ നാട്ടിലെ മുഴുവൻ കന്നാലും കെട്ടുപറിക്കും, അല്ലെങ്കിൽ ഞാൻ തെളിയിച്ചു. അങ്ങനെ തുള്ളി 10,000 ഭൂമി കുലുങ്ങുന്ന നിലയിലുള്ള ആ തുള്ളലാണ്. ഘട്ടകത്തിന്റെ കെയറോഫിലാണ്. വണ്ടി പുത്തനാണ്. അതൊക്കെ സ്വർണം കെട്ടിച്ചലങ്കരിച്ച വണ്ടിയാണ്. പെട്ടകം വണ്ടിയിലാണ്. അതേ വണ്ടി തെളിക്കാൻ ആളുണ്ട്. വീണാൽ എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ വണ്ടിയെന്ന് കരക്കി വെക്കാനും ആളുണ്ട്. ഇങ്ങനെ കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവരുന്ന കൂട്ടത്തിൽ എന്ന് പറയുന്നതല്ല മനുഷ്യന് ഈ പെട്ടകം. അത് കാള വരണ്ടപ്പോൾ കാളയല്ലല്ലോ, ഈ തൊഴുത്തു വിരലുമല്ലോ, തൊഴുത്തുമല്ലല്ലോ, കുളം കളവും ആകെ വിരളുന്നതുള്ളതാണ്. എന്റെ ദൈവമേ, തുള്ളൽ കൊണ്ട് വല്ല കാര്യവും നടന്നെങ്കിൽ അന്നാരും നടക്കണ്ടേ. തുള്ളി വന്നു. ഒടുവിലോ ഹെഡി അങ്ങോട്ട് വെച്ച് പെട്ടകത്തെ താങ്ങിയവന് സത്യത്തിൽ ഇത് കൊടുക്കേണ്ടത് പെട്ടകം കൊണ്ടുവന്നവനായിരുന്നു നമുക്ക് തോന്നുന്നത്. പക്ഷെ ദൈവം തമ്പുരാൻ ഇത് താങ്ങാൻ പോയവന് അടി കഴിച്ചു. അവൻ ചുരുണ്ട് അവിടെ കിടന്നു, പിന്നിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് എന്റെ അഭിപ്രായത്തിൽ പറയാനുള്ളത്, അവനെ ഇതിനടിച്ചത് ഇവൻ ഈ പെട്ടകം താങ്ങി കുറച്ചു ദിവസം കഴിയുമ്പോൾ അവൻ പറയും ആ പെട്ടകം കടത്തിക്കുളത്തിലും ഒക്കെ പോയത് ഞാനെ താങ്ങിക്കൊണ്ട് പെട്ടകം, യഹോവയുടെ പെട്ടകം, മൂസയുടെ പെട്ടകം ഒന്ന് പേര് വീഴാതിരിക്കാൻ ഇവനെ ദൈവം ശരിപ്പെടുത്തിയതാണ്. അല്ലെ പിന്നെ കേൾക്കുന്നത് മൂസയുടെ പെട്ടകം ഉണ്ടായിരുന്നു. ദൈവം തമ്പുരാന് അതൊന്നും സമ്മതിക്കുകയില്ല. പറഞ്ഞ ദാവീദിന് ദൈവത്തെ പേടിയായിരുന്നു. അതുവരെ പിന്നെ എന്താ കളിയായിരുന്നു. ദൈവത്തെ പേടിച്ചപ്പോ പെട്ടകം കൊണ്ടുവന്ന് പെരുതോമിന്റെ വീട്ടിൽ കൊണ്ടുപോയി ചവും കുടിയനെയും മുടിഞ്ഞോട്ടൊന്ന്. CBI രാവും പോലും അന്വേഷണമാണ്. അവന്റെ കൊച്ചി എത്തോ, ആടി എത്തോ, നാല് എത്തോ, പോത്തി എത്തോ എന്നൊക്കെ നോക്കുക, കോഴി എത്തോ. ചെന്നപ്പം കൊണ്ട വെച്ചപ്പോ 100 ആട് ആയിരുന്നെങ്കിൽ 3 മാസം കൊണ്ട് 10,000. അതേ തൊഴുത്തും അതുപോലെ എല്ലാം, അതേ സമ്പത്ത്, കൃഷി എല്ലാം വെച്ചോ അവരിപ്പം ദാവീദിനേക്കാൾ വലിയ ദാവീദാകുമെന്ന് ദാവീദ് മനസ്സിലായപ്പോ പെട്ടകം ഇനി എങ്ങനെ കൊണ്ടുവരണ്ടെന്ന് അന്വേഷിച്ചു. അപ്പോഴാ പുസ്തകം തുറന്നത്. പുസ്തകം തുറക്കാതെ ചാടുന്ന ചാട്ടമുണ്ടല്ലോ, വചനം നോക്കാതെ ചാടുന്ന ചാട്ടമുണ്ടല്ലോ, ഉപദേശം നോക്കാതെ ചാടുന്ന ചാട്ടമുണ്ടല്ലോ, അത് കുരുതിക്കളത്തിലെ ചാട്ടമാണെന്ന് മനസ്സിലാക്കാൻ ഞാൻ വേദം തന്നെ തെളിയിക്കൂടെ. എങ്ങനെ പെട്ടകം കൊണ്ടുവരണം? ബിരുദന്മാരുടെ തലയിലല്ല പെട്ടകം ഇരിക്കേണ്ടത്, വണ്ടിപ്പുറത്തല്ല പെട്ടകം കെട്ടേണ്ടത്. അതേ 10 ആവർത്തനത്തിലുണ്ട്. അതേ യഹോവയുടെ പെട്ടകത്തിലെ തണ്ട് പുരോഹിതന്മാരുടെ തോളേലിരിക്കണം. അത് സർവ്വലോകത്തിലെ ദൈവത്തിലെ ഉടയവന്റെ പെട്ടകം. അതേ തോളേലിരിക്കേണ്ട പെട്ടകം വണ്ടിക്കകത്ത് കയറ്റതിനുണ്ട്. പക്ഷെ സത്യം വിളിച്ചു പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കോട്ടെ. ഒരിക്കലും ദൈവത്തിന്റെ സത്യം മാറ്റി പറഞ്ഞിട്ടില്ല എന്നത് നിങ്ങളൊക്കെ സാക്ഷികൾ തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് പറയട്ടെ, ഒന്നും അരുതേ. ഞാൻ നിങ്ങൾ എന്നെ ധരിച്ചാലും എനിക്കൊന്നുമില്ല. ഒരു കാര്യം, നിന്റെ ജീവിതത്തിൽ നീ ഒരു വസ്ത്രം എടുത്ത് അത് നീ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ ഞാനൊരു വിശുദ്ധയാണ്, ദൈവ പൈതലാണ്, ഇതും കൊണ്ട് ഞാൻ നടന്നാൽ ദൈവനാമം മഹത്വപ്പെടുമോ അതോ എനിക്ക് എന്തായി തീരുമെന്നൊന്ന് ചിന്തിച്ചുകൂടെ? ഇതെവിടെ നടേ ഒന്നും പറഞ്ഞു തീർക്കാൻ വയ്യാത്ത കാര്യങ്ങൾ. സംഗതി ആകെ വട്ടങ്ങ മാറി വലിയ വിഷമത്തിലായി തീർന്നിരിക്കുക. അതിന്റെ കൂടെ കിടക്കുന്നത് എന്തുവാ? രണ്ടാമത്തേത് എന്തുവാ? പടിഞ്ഞാലും. അടുത്തത് എന്തുവാ? നിന്റെ കണ്ണിൽ മഷി എഴുതിയ കണ്ണിൽ മഷി എഴുതുക ഒക്കെ ഈ തലമുറയ്ക്കകത്ത് കോലം കെട്ടിയ പാപത്തിന്റെ വികൃതികളാണ്. വ്യർത്ഥ സൗന്ദര്യ വസ്തുക്കൾ ഉപയോഗിച്ച് ദൈവ കോപഹേതുവായ പാപമാലിന്യങ്ങൾ നിന്റെ മധ്യകൂടാരത്തിൽ വരുത്തി വെച്ചാൽ അത് വിനാശ വിധിയാണെന്ന് എന്റെ ദൈവം പറഞ്ഞ കാര്യം ശ്രദ്ധിക്കാൻ പറ്റുമോ? ദൈവമക്കളെ, ഞാൻ ദൈവമക്കളോട് ഉള്ളം നൊന്ന് സംസാരിക്കുകയാണ്. ഇന്നത്തെ രീതികളൊക്കെ വളരെ അധികമായി പോയി. കാരണം ഇന്ന് നമ്മുടെ പെൺകുഞ്ഞുങ്ങളൊക്കെ അവർക്ക് അറിയാൻ വയ്യായിരിക്കും. കുഞ്ഞുങ്ങളെ, അതെ, ഈ ചായവും ഈ കളറും ഈ പെയിന്റിങ്ങും ഈ നഖത്തിന്റെയും ഈ മുഖത്തിന്റെയും അതെ ഈ മുടിയുടെയും ഈ ഫാഷനുകളൊക്കെ ഉണ്ടല്ലോ. ഈ കോലം കെട്ടു ദൈവരാജ്യത്തിൽ പോകേണ്ട ആവശ്യക്കാർക്കല്ല. ഇത് പിശാചിന്റെ കണിയിൽപ്പെട്ട വ്യർത്ഥതകളാണ്. സ്തോത്രം. ഈ വക കാര്യങ്ങൾ ദൈവശുദ്ധന്മാരുടെയിൽ പേര് പോലും പറയരുത്. ആകിയാൽ നടയിലും ഉടയിലും പോക്കിലും വരവിലും മട്ടിലും കെട്ടിലും ഭക്തിക്കൊത്ത് നടപ്പേ നടക്കാവൂ. പിള്ളേരൊക്കെ ചുടിദാറൊക്കെ ഇട്ടുണ്ട് സ്കൂട്ടറിന്റെ ഒക്കെ പുറകിൽ ഞാൻ പലയിടത്ത് വെച്ച് കണ്ടു. ഞാൻ പോകുമ്പോ ഈ കാറ്റ് കൊണ്ട് ഇത് പറന്ന് പുറകിലത്തെ തലയിൽ കൂടെ മുമ്പിൽ ഇരിക്കുന്നവന്റെ കണ്ണ് മൂടിക്കിടക്കുന്നു. ഞാൻ വിചാരിച്ചു ഇവൻ എവിടെയെങ്കിലും കുഴി ചെന്നിന്ന് വീഴും. കാരണം ഇത് പുറകിൽ നിന്ന് പറന്ന് അങ്ങ് മേളിൽ കൂടെ കയറിയ താഴെ അവനെ സൂട്ടർ ഓടിക്കാൻ പോകുന്നു. ഇത് മാറ്റിയിടാണ്. അപ്പൊ എന്തുവായി പറഞ്ഞെന്ന് മനസ്സിലായി പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇനി ഞാനൊരു കാര്യം പറയാം. ഞാൻ പ്ലാറ്റ്ഫോമുകളോട് ഗുഡ് ബൈ പറഞ്ഞ് മാറിപ്പോകുന്നവന്
ആരും ഒരു ദിവസത്തേക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ ഒന്നും വിളിക്കണ്ട. അങ്ങനെ സംഭവം ഒരു കാലത്തുമില്ല. ദൈവത്തിന്റെ സത്യം ഇനിയും ഈ വേദിയിൽ വന്ന് പറയാൻ എനിക്ക് അവസരം കിട്ടിയില്ലെങ്കിൽ നീ സ്വർഗ്ഗസിയോനിൽ ചെല്ലുമ്പോൾ നമുക്ക് ഒരുമിച്ചവിടെ കാണണം. അതിന്റെ തടസ്സങ്ങൾ മാറിപ്പോകണം. വിശുദ്ധമായി ജീവിക്കണം. പവിത്ര ജീവിതം കാഴ്ചവെക്കണം. നിർമ്മല കന്യകയായി കാണപ്പെടണം. പറയുന്നത് ആർക്ക് വേണ്ടിയാണ്? എനിക്ക് വേണ്ടിയല്ല, കർത്താവിന് കുറ്റം കൂടാതെ കാണപ്പെടണമെന്നാണ്. സ്തോത്രം. അതുകൊണ്ട് ആഭരണങ്ങളും അണയിച്ചിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. കഴിഞ്ഞ ഞങ്ങയാണ്ടില് എറണാകുളം ഡിസ്ട്രിക്റ്റിലെ ശാലോം ക്യാമ്പിന് ഒരു 3 ദിവസത്തെ മീറ്റിങ്ങിന് ഞാൻ വൈറ്റിൽ എന്ന സ്ഥലത്ത് താമസിച്ച് രാത്രി യോഗങ്ങളിൽ അവിടെ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരുന്നു. ആ മീറ്റിങ്ങുകൾ ഞാൻ തന്നെയാണ് രഹസ്യമായി ശുശ്രൂഷിച്ചത്. ഞാൻ 4 മണിക്ക് അന്ന് ഒടുവിലത്തെ ദിവസം 4 മണിക്ക് അടുത്ത വീട്ടിൽ ചായ കുടിക്കാൻ വിളിച്ചു. അവിടെ മധ്യവയസ്സ് കഴിഞ്ഞ അതേ ഒരു മാതാവും പിതാവും ഒക്കെ ഉണ്ട്. കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയും 2 പേര് ജോലിക്ക് പോയിട്ടുണ്ട്. ചായ കുടിക്കാൻ വെച്ച് ചായ കുടിക്കാൻ ഞങ്ങൾ തുടങ്ങി കഴിഞ്ഞപ്പോൾ അവിടുത്തെ വീട്ടമ്മ വന്ന് എന്നോട് പറഞ്ഞു, പാസ്റ്ററേ, രാജേന്ദ്ര മൈതാനത്ത് എറണാകുളത്ത് ഭാഷ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ മകൾ എന്റെ വലതുവശത്തെ കസേരയിലുണ്ട്. പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു വന്ന് മക്കളെ വളർത്തി തീറ്റി കൊടുത്ത് മുട്ടയും പാലും കൊടുത്ത് അതേ നീ തടിപ്പിച്ച് കൊഴിപ്പിച്ച് അങ്ങനെ കൊണ്ടുപോയ നടന്നാ പോരാ. നിന്റെ മക്കൾ ധരിക്കുന്ന വസ്ത്രവും അവര് വായിക്കുന്ന പുസ്തകവും അവരുടെ കൂട്ടുകെട്ടുകൾ നീ അറിഞ്ഞ് അതിന് വിലക്ക് കൊടുക്കേണ്ടത് വിലക്കും മാതൃക കൊടുക്കേണ്ടത് മാതൃകയും നടത്ത് ഇതുങ്ങളെ സ്വർഗരാജ്യത്തിൽ കൊണ്ട് കാഴ്ച വെക്കേണ്ടതാണെന്ന് നീ ബോധ്യമാവണ്ണം നടത്തിയില്ലെങ്കിൽ നിന്റെ കണ്ണുനീർ തോരുന്നതല്ലെന്ന് വ്യക്തമായി പറഞ്ഞു. അതിലെപ്പോഴൊക്കെ അങ്ങനെ പറഞ്ഞു. അപ്പൊ പറഞ്ഞിട്ട് അവളെ സാക്ഷി പറയുകയാണ്. അപ്പൊ പറഞ്ഞു, എന്റെ മകള് 18 ചുടീദാറൊന്നും അവക്കുണ്ട്. 18 ചുടീദാറും മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ ഉടനെ രാത്രി ഇരുന്ന് വലിച്ചു കീറി മേലെ അറ്റത്ത് കൊണ്ട് എത്തിച്ച് തയ്ക്കുന്ന ജോലിയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. എന്നാൽ അന്നത്തെ പ്രസംഗം കേട്ടപ്പോൾ എന്റെ മകളോട് ഞാൻ എന്തു പറയുമെന്ന് വേദനപ്പെട്ടു. മകൾ എന്നോട് ഒന്നും ചോദിച്ചില്ല. രാത്രിയിൽ വന്ന് 18 ചുടീദാർ കൂട്ടിയടിച്ച് യോഗ്യമായ വേഷമാക്കിയിട്ട് അവൾ ഉറങ്ങിയെന്ന് പറഞ്ഞു. പിള്ളേർ കണ്ണി നോക്കുന്നു. കൊണ്ടേ കൂട്ടി അടിച്ചോണം. ഞാൻ ഇതിനൊന്നും കൂട്ടി നിൽക്കുന്ന ഞാനല്ല. എന്റെ ഉടുപ്പും നടപ്പും ഭക്തിക്ക് യോഗ്യമായിരിക്കണം. ഒരു സ്ത്രീയെ അതിന്റെ അച്ചടക്കം പാലിക്കാൻ ഇതിന്റെ ഫലം എന്തായി സംഭവിച്ചതെന്നറിയാമോ? വീരനായ ദാവീദ് തറ പറ്റി കിടക്കേണ്ട ആവശ്യം. മാനം മര്യാദയ്ക്ക് നടന്നോണം, അതാ നല്ലത്. പിന്നെ പത്രത്തിലൊന്നും കാണാതിരിക്കാൻ ഞാനങ്ങ് തുറന്നു പറയുകയാണ്, വൃത്തിയായി തന്നെ നടക്കണം. എന്താ സ്വതന്ത്രം പറയുന്നത്? എന്താ എന്നോട് യോജിക്കുന്നവരൊന്ന് സ്വതന്ത്രം പറഞ്ഞു. ഞാൻ നിൽക്കാം. ഞാൻ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. ഞാൻ എച്ചരിപ്പിക്കും. ആരെങ്കിലും ഒരാൾ പറയാൻ വേണ്ടേ? എന്നും മുടിയമ്പുത്തരുടെ കഥയും കാണാതെ പോയ ആടും കൊണ്ട് നടന്ന സംഗതി നടക്കുമോ? അതുകൊണ്ട് പറയാൻ വകുപ്പൊക്കെ ഇതിനേക്കാൾ അപ്പുറത്ത് എനിക്കുണ്ട്. ദൈവവചനത്തിന്റെ സത്യങ്ങള് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ പ്രവചനങ്ങളോ ഒക്കെ ഏത് ലാഭകരില്ല പറയാം. പക്ഷെ ജീവിത വിശുദ്ധിയുടെ വ്യക്തമായ മാർഗനിർദ്ദേശം ശക്തമായി ഈ തലമുറയ്ക്ക് ഉള്ളിടത്തോളം കാലം പറഞ്ഞേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് വ്യക്തമാകട്ടെ, ഈ ചമയങ്ങൾ വിശ്വാസിക്ക് യോജിച്ചതല്ല. എന്ന വല്ല വീട്ടിലും കൂട്ടിലും ഈ പറയപ്പെട്ട വസ്തുക്കൾ എങ്ങാണ് ഇരിപ്പുണ്ടെങ്കിൽ, ഈ ചമയങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ലോകക്കാർക്കും പാരീസ് മോഡലും സിനിമാ സ്റ്റൈലിലും ഉള്ളതുണ്ടെങ്കിൽ അത് വലിച്ചെറിഞ്ഞ് കളഞ്ഞ് ഭക്തിയിലും നീതിയിലും വിശുദ്ധിയിലും ജീവിപ്പാൻ തീരുമാനമെടുക്കണം. സ്വർഗത്തിൽ പോകുന്നവർ പാലിക്കേണ്ട കാര്യങ്ങൾ ഒട്ടും വളരെ രാത്രി പറയത്തക്ക വിഷയങ്ങളുണ്ട്. ഭക്തിയേടും പ്രപഞ്ചമോകളും വർദ്ധിച്ചിട്ട് ഈ ലോകത്തിൽ നീതിയോട് സുബോധത്തോട് ദൈവഭക്തിയോടും കൂടെ സ്വർഗത്തിലല്ല, സ്വർഗത്തിൽ ജീവിക്കണമെങ്കിൽ ഈ ലോകത്തിൽ പാലിക്കണം. വേണം എടുക്കപ്പെടുന്ന വിശ്വാസി കർത്താവിന്റെ കാലത്തിൽ എടുക്കപ്പെടുവാൻ ശരീരത്തിൽ ജീവിതത്തിൽ പാലിക്കേണ്ട ബാഹ്യ വ്യവസ്ഥിതികൾ ഉപദേശമാണ്. അതിന്റെ ഭാഗങ്ങൾ ചിലത് നിങ്ങളെ ഓർപ്പിച്ചു. പ്രിയമുള്ള ദൈവമക്കളെ, ആത്മാവിലും ശരീരത്തിലും നമ്മുടെ പ്രിയൻ പ്രത്യക്ഷപ്പെടുമ്പോൾ ദേഹത്തിലും ദേഹിയിലും ആത്മാവിലും അത് തിരുമുമ്പിൽ കുറ്റം കൂടാതെ കാണപ്പെടുവാൻ നമ്മുടെ തലകളെ ഉണക്കി നമുക്ക് ദൈവത്തിനായി സമർപ്പിക്കുക. അത് എത്ര കൊല്ലം നമ്മൾ ജീവിച്ചു എന്നുള്ളതല്ല, നാം എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ്. ആകെ ഭക്തിയേട് വല്ലതുമുണ്ടോ? പ്രപഞ്ചമോഹത്തിൽ വല്ലതുമുണ്ടോ? അല്ല കൂടാരങ്ങളിൽ വല്ലതുമുണ്ടോ? അതിന് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണോ? അത് നിന്റെ ദേഹത്ത് ദേഹിയിലെ ആത്മാവിലെ അത് ഏതെങ്കിലും കുറവ് കുറ്റങ്ങളുണ്ടോ? അവകൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണോ? ഇന്ന് രാത്രികാലം കേൾക്കപ്പെട്ട വചനങ്ങള് അത് ശുദ്ധീകരണത്തിന്, ശക്തീകരണത്തിന്, ദൈവത്തിന് സൂക്ഷിക്കപ്പെടേണ്ട ഉപദേശങ്ങള് അത് നിശ്ചയമായും അംഗീകരിക്കുന്ന ആ ദൈവത്തിന്റെ മക്കളെ ഇരിപ്പിലിരുന്നു കൊണ്ട് ആ കരമുയർത്തിക്കൊണ്ട് കർത്താവേ, നിന്റെ വചനത്തിനായി ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ദൈവജനങ്ങളോട് ഏവരോട് പറയുന്നു, കർത്താവിന്റെ വചനപ്രകാരം ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ആത്മാക്കൾ കരങ്ങളൊന്ന് ഉയർത്തി